ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഒരാഴ്ചക്ക് ശേഷം വീണ്ടും കാണുകയാണ്. നമ്മൾ ഏകദേശം ആറോളം മോഡ്യൂളുകൾ ഇതിനോടകം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഏഴാമത്തെ മോഡ്യൂളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആക്ച്വലി നമ്മൾ എട്ടാമത്തെ ആ, ഒമ്പതാമത്തെ സെഷനാണ്. നമ്മളതിൻ്റെ ഇൻട്രോ മുതൽ എടുക്കുകയാണെങ്കിൽ ഒരു മോഡ്യൂൾ നമ്മൾ കുറച്ചധികം ആക്ടിവിറ്റീസ് വന്നതുകൊണ്ട് നമുക്കൊരു എക്സ്ട്രാ സെഷൻ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ മൊഡ്യൂളിലേക്ക് പോകാം. അതിന്റെ തൊട്ട് മുമ്പ് ആസ് യൂഷ്വൽ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ, അതേപോലെ തന്നെ ചോദിക്കാൻ, പറയാൻ, പങ്കുവെക്കാൻ, ആഡ് ചെയ്യാൻ ഉണ്ടെങ്കിൽ നമുക്കത് കഴിഞ്ഞിട്ട് നേരെ ഇന്നത്തെ സെഷനിലേക്ക് പോകാം. മോമൻജി, ഞാനന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഗ്രൂപ്പിന് ഞാൻ ആ മൈൻഡ്ഫുൾനെസ് മൂഡ് ഡിസൈനിങ് ചെയ്തിരുന്നു. ഓക്കെ. അപ്പൊ അതില് എല്ലാവരും പറഞ്ഞത് ആം, അത് നല്ലതായിരുന്നു എന്ന്. പിന്നെ അതിൽ അവര് പറഞ്ഞത് ആം, എന്താണ് നമ്മൾ ഒരു പ്രശ്നം നമ്മൾ ആലോചിച്ച്, കാരണം അവര് ക്ലാസ്സിലിരിക്കുമ്പോൾ അവര് ആ സമയത്ത് ഒരു പ്രശ്നം ഇല്ലല്ലോ. അപ്പൊ അവർക്ക് എപ്പോഴും വരുന്ന നെഗറ്റീവ് തോട്ട് കൊണ്ടുവന്നിട്ട് അവർ ആലോചിക്കേണ്ട ഒരു ഇതായിരുന്നുവല്ലോ. അപ്പൊ അത് ആദ്യത്തിലൊരു പ്രശ്നമായിരുന്നു, കാരണം ഞങ്ങള് നല്ല സമാധാനത്തിൽ ഉണ്ടായിരുന്നപ്പോ പിന്നെ അതൊരു ഇത് ആലോചിച്ച് പിന്നെ അതിനുള്ളൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ അത് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് പറഞ്ഞു. പക്ഷെ അവര് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മൂഡ് നമുക്ക് അനാവശ്യമായിട്ട് വരുമ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാന്നുള്ളത്. അപ്പൊ അത് ഭയങ്കര യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് കിട്ടിയ റിലാക്സേഷനും, ഞാൻ അന്ന് നമ്മളുടെ ഇത് തന്നെയാണ്, ബോഡി സ്കാനിങ് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വളരെ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നല്ലതായിരുന്നു. എല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. അപ്പം എന്നിട്ട് പറഞ്ഞു, മാം ഇനിയും പുതിയത് പുതിയത് ഓരോന്നും പഠിച്ചോളൂ, അപ്പൊ പിന്നെ ഞങ്ങൾക്ക് അതൊക്കെ കിട്ടുമല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, "ആയിക്കോട്ടെ, ഇത് തന്നെയാണ് എൻ്റെയും പണി, പഠിക്കുക, നിങ്ങളിൽ പ്രയോഗിക്കുക." താങ്ക് യു മോമൻജി, അതെല്ലാവരും ഹൈലി അപ്രിഷിയേറ്റ് ചെയ്ത ഒന്നായിരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, 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 താങ്ക് യു. അപ്പോ എന്തെങ്കിലുമൊക്കെ പുതിയത് നമ്മൾ പഠിക്കുന്ന സമയത്താണല്ലോ നമുക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ പുതിയത് കൊടുക്കാൻ പറ്റുക. റൈറ്റ്, ഗുഡ്, ഫൈൻ. മറ്റാർക്കെങ്കിലും പറ്റാവുന്ന ആളുകളൊക്കെ വീഡിയോയിൽ വരിക. വേറെന്തെങ്കിലും കാര്യങ്ങൾ ആർക്കെങ്കിലും ചോദിക്കാനോ പറയാനോ ആഡ് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ ആവാം. ആ, മൊയ്തീൻ സാബിനപ്പം നമ്മൾ വല്ലപ്പോഴേ കാണാറുള്ളൂ. ഓക്കെ. സോറി, ഞാൻ ചെറിയ യാത്രയിലാണ്, അതുകൊണ്ടാണ്. ഞാൻ റെക്കോർഡിംഗ് നോക്കുന്നുണ്ട്. ഓക്കെ, റെക്കോർഡിംഗ് ഗുഡ്. നോക്കുന്നുണ്ട്. നോക്കുന്നുണ്ട്. ഓക്കെ, നാട്ടിക്ക് ഓക്കെ. വരുന്നുണ്ട്. 25th ചിലപ്പം കണ്ടെന്ന് വരും. ആ, ഓക്കെ, ഫൈൻ, അവിടെ എത്തി ഗുഡ്. ഞായറാഴ്ച ആ ഹാ. ചിലപ്പം. അത് ഉറപ്പ് പറയാൻ പറ്റില്ല. ഞാൻ ഫ്രൈഡേ എത്തുന്നുണ്ട്. ആ, ഓക്കെ. നാട്ടിൽ എങ്കിൽ ഞാൻ വരുന്നുണ്ടല്ലേ? അതെ അതെ അപ്പം അതെ. അപ്പൊ ഓക്കെ. ഞങ്ങളെ നാട്ടിലേക്ക് ഞങ്ങളെ നാട്ടുകാരന് സ്വാഗതം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, ഓക്കെ, താങ്ക് ഓക്കെ, യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, ഗുഡ്. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാനോ ചോദിക്കാനോ പറയാനോ ഒക്കെ ഉണ്ടോ? ഓക്കെ, ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്നത്തെ കാര്യങ്ങളിലേക്ക് പോകാം. നമ്മൾ ഇന്റഗ്രൽ ഓപ്റ്റിമിസമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ 10 ദിന വർക്ക്ഷോപ്പിൽ നമ്മളിപ്പോൾ ഇതിനോടകം 7 പിന്നെ 6 മോഡ്യൂളുകൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏഴാമത്തെ മോഡ്യൂളിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചില ഹീലിംഗ് ഇനീഷ്യേറ്റീവ്സ് ആണ്. നമുക്ക് നമ്മളെ ഹീൽ ചെയ്യാൻ പറ്റുന്ന ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഹീൽ ചെയ്യുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ, മറ്റുള്ളവരെ മാറ്റുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക, നമുക്ക് എന്തെങ്കിലും ഹീൽ ചെയ്യാനുണ്ടെങ്കിൽ ഹീൽ ചെയ്യുക,
നമ്മളുടെ സെൽഫ് ഹീലിംഗിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. സെയിം ടൈം നമ്മൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലയിൽ, സൈക്കോളജി ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലയിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവർക്ക് ഇത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം. പക്ഷെ ഇന്റഗ്രൽ ഓപ്റ്റിമിസം എന്നതുകൊണ്ട് കൃത്യമായിട്ട് ഇതിന്റെ പിന്നെ ആധികാരിക ബുക്കുകളും ആധികാരിക സംഗതികളൊക്കെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമ്മളുടെ ബോഡി, മൈൻഡ്, സോള്, ഇത് മൂന്നിനെയും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട്, നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ ഗോഡ്ലി പവറിനെ കൂടി അതിൽ ഉപയോഗിച്ചുകൊണ്ട്, അതല്ല നിങ്ങൾക്കൊരു ദൈവവിശ്വാസം ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ യൂണിവേഴ്സിന്റെ എനർജിനെ നമ്മൾ അതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മളെ മാക്സിമം നല്ലൊരു വ്യക്തിയാക്കി മാറ്റുക, നമ്മളെ ഒരു ശുഭപ്രതീക്ഷയുള്ള അല്ലെങ്കിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന, നമുക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുക. ഇതൊക്കെ തന്നെയാണ് ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. കാരണം മോമൻജി, ഇത് മൊഡ്യൂൾ 8 അല്ലേ? അല്ല, നമ്മള് കഴിഞ്ഞ മോഡ്യൂള് 2 ദിവസം എടുത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. അതാ ഞാനും നോക്കുന്നത്. അപ്പൊ മൊഡ്യൂൾ 7 ഇതിൽ കണ്ടപ്പോ എനിക്കൊരു ആ, സംശയം, എന്താ ചോദിച്ചത്. കാരണം ഓക്കെ. നമ്മള് കഴിഞ്ഞ ഒരു കുറെ ആക്ടിവിറ്റീസ് വന്നത് കൊണ്ട് നമുക്ക് പിന്നെ ന്യൂറോ സയൻസ് നമ്മൾ 2ആയിട്ടാണ് തീർത്തത്. അതുകൊണ്ടാണ് മോഡ്യൂള് 7 ആയിട്ട് വരുന്നത്. നമ്മൾ 5ാമത്തെ മോഡ്യൂളില് പിന്നെ മൂഡ് ഡിസൈനിങ് പറഞ്ഞു. 6ാമത്തെ മോഡ്യൂള് നമുക്ക് ന്യൂറോ സയൻസ് ആയിരുന്നു. അപ്പൊ ഈ 5ഉം 6ഉം നമ്മൾ ശരിക്കും 3 ക്ലാസ്സുകളിലായിട്ടാണ് തീർത്തത്. തീരാത്തത് കൊണ്ട്, നമുക്ക് ആക്ടിവിറ്റീസ് വന്നതുകൊണ്ട് തീരാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ തീർത്തത് കൊണ്ടാണ് ഇന്ന് 7 മോഡ്യൂൾ. ആക്ച്വലി ഇന്ന് 8ാമത്തെ മോഡ്യൂളിന്റെ ദിവസമാണ്. പക്ഷെ നമുക്ക് തീരാത്തത് കൊണ്ട് നമ്മൾ ഒരു എക്സ്ട്രാ ക്ലാസ്, അന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമുക്ക് 10 എന്നുള്ളത് 11 ആവും എന്നുള്ളത്. റൈറ്റ്. ഇതൊക്കെയാണ് ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ പേർപ്പസ് എന്ന് പറയുന്നത്. കാരണം നമ്മള് മുമ്പ് ഇവിടെ വായിച്ചിട്ടുണ്ട്, നിങ്ങൾ സൂര്യനെ പോലെ പ്രകാശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂര്യനെ പോലെ എരിയണമെന്ന്. നമുക്കറിയാം, സൂര്യന് ഹീലിയവും ഹൈഡ്രജനും ഒക്കെ ആയി അതിൻ്റെ അകത്ത് കത്തി തിളച്ച് മറിയുന്നത് കൊണ്ടാണ് ചൂടും പ്രകാശവും ഒക്കെ നമുക്ക് തരാൻ പറ്റുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ നന്നായി കഴിഞ്ഞാലാണ്, നമ്മളുടെ ഉള്ളില് നന്നായിട്ട് നിറഞ്ഞാലാണ് നമുക്ക് പുറത്തേക്ക് കൊടുക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും നന്നായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഹീലിംഗ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ തന്നെ ഒന്നുകൂടി മനസ്സിലാക്കാനും വേണമെങ്കിൽ ആവശ്യമെങ്കിൽ ഹീല് ചെയ്യാനും ഉപയോഗിക്കുന്ന കുറെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. എന്തായാലും നമുക്കൊരു ചെറിയ ഫൺ ആക്ടിവിറ്റിയോട് കൂടി തുടങ്ങാം. ചെറിയ ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് നമുക്ക് ഒന്ന് ഇതിലേക്ക് വരാം. റോമൻ നമ്പേഴ്സ് അല്ലെ, നമ്പർ 9 നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. എല്ലാവർക്കും അറിയുന്ന നമ്പർ 9 നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. ഈ നമ്പറിനെ നമുക്ക് എന്താക്കി മാറ്റണം? ഒരു ലെറ്റർ വെച്ചുകൊണ്ട് 6ആക്കി മാറ്റണം. ഒന്ന് ചെയ്തു നോക്കാമോ? നമുക്ക് ഒരു ലെറ്റർ ആഡ് ചെയ്താൽ ഇത് 6ആക്കാൻ പറ്റും. ഇത് വെച്ച് തുടങ്ങുന്നതിന് ചെറിയൊരു ഉദ്ദേശമുണ്ട്, അത് ഇതിന്റെ അവസാനം പറയാം. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ആൻസർ ഇതാണ്, നമുക്കറിയാം. അതിന്റെ ഇടയിൽ പിന്നെ നമ്മൾ വി ചേർത്ത് കൊടുത്താൽ പിന്നെ ഇതിന്റെ ഇഫ് വി ആഡ് വി ഇൻ ഫ്രണ്ട് ഓഫ്, അത് നമ്മൾ എന്തായിട്ട് മാറും? ആ, ഇത്രയും വലിയൊരു സംഖ്യയായിട്ട് മാറും. പക്ഷേ ഇതിന്റെ മുമ്പ് ഒരു എസ് ചേർത്ത് കൊടുത്താൽ അതിന് 6ആക്കി മാറ്റാൻ പറ്റില്ല, 6 ആക്കി മാറ്റാൻ പറ്റും എസ് ചേർത്ത് കൊടുത്താൽ. അത് നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. അതായത് ഹൗ ഡു യു കൺവേർട്ട് ദിസ് നമ്പർ 6 ബൈ ആഡിങ് 1 മോർ ലെറ്റർ? ഈ 9ന്റെ മുമ്പ് ഒരു എസ് ചേർത്ത് കൊടുത്താൽ നമുക്കത് 6 എന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ വി നമ്മൾ ഇതിന്റെ മുമ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു സംഖ്യ കിട്ടും, 5009 എന്ന് കിട്ടും. ഇതല്ല ചോദിക്കാനുള്ളത്.
അതുപോലെ ഇഫ് ഐ ആഡ് ബി അറ്റ് ദ എൻഡ്, അത് 915 മാറും. നമുക്കിങ്ങനെ ചില അക്ഷരങ്ങൾ ചേർത്ത് കൊടുത്താൽ നമുക്ക് സ്വാഭാവികമായിട്ടും എന്താക്കി മാറ്റാൻ പറ്റും, ഇങ്ങനെ അക്കങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റും. നമ്മളെ ചോദ്യം ഇതാണ്, പിന്നെ ഹൗ ഡു യു ടേൺ ടു 6 എന്നുള്ളതാണ് അല്ലെ. ആൻസർ നമുക്കറിയാം, ഞാനത് പറഞ്ഞു പോകുന്നില്ല. ആൻസർ നമുക്ക് വളരെ കൃത്യമാണ്. നമ്മൾ ഒന്ന് ഡിഫറൻ്റ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലെ, നമുക്ക് യെസ് ചേർത്ത് കഴിഞ്ഞാൽ 6 കിട്ടും എന്നുള്ളതാണ്, 9 എന്നുള്ള നമ്പറിന്റെ മുമ്പ്. അപ്പോൾ നമ്മൾ പറയുന്നതിന്റെ ഉദ്ദേശം, ആൻസർ കിട്ടാൻ നമ്മൾ ഉദ്ദേശിച്ചത് ഒന്ന് ഡിഫറൻ്റ് ആവുക എന്നുള്ളതാണ്. ഇത് പിന്നെ ഏതോ ഒരു ഇത് വായിച്ച സമയത്ത് കിട്ടിയ ഒരു സംഗതി ഞാൻ ഇങ്ങനെ ആഡ് ചെയ്തു എന്ന് മാത്രം. ഇങ്ങനെ റോമൻ നമ്പറിന്റെ മുമ്പ് ചില ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശേഷം ചില ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ അതിൽ ഇതുപോലുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ഉത്തരങ്ങളൊക്കെ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ നമുക്ക് വ്യത്യാസപ്പെടുത്താൻ പറ്റും എന്നുള്ളത് എവിടെയോ ഒന്ന് വായിച്ചപ്പം അത് വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെയൊക്കെ ലൈഫ് ഇങ്ങനെയാണ്. നമുക്ക് തിരക്ക് പിടിച്ച ദിവസങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞും ഒക്കെ നമുക്ക് സ്ട്രെസ്സുള്ള ദിവസങ്ങളുണ്ടാവും, സ്ട്രെയിനുള്ള ദിവസങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളുണ്ടാവും, സന്തോഷമുള്ള ദിവസങ്ങളുണ്ടാവും. ഇതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ഇവിടെ അക്ഷരങ്ങൾ ചേർത്തപ്പോൾ മാറ്റം വന്നതുപോലെ ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ ഞാനും നിങ്ങളും തയ്യാറായാൽ നമ്മുടെ ലൈഫിന്റെ ടേസ്റ്റ് ഒക്കെ മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ലൈഫിൽ വ്യത്യാസം വരും. നമുക്കൊക്കെ വേണമെങ്കിൽ ഇത്തിരി സന്തോഷിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ആക്ടിവിറ്റി കിട്ടിയപ്പോൾ പിന്നെ ഞാനത് ഇവിടെ ആഡ് ചെയ്തു എന്ന് മാത്രം. ഒരല്പം ഡിഫറൻ്റ് ആയാൽ അല്ലെ, ഒന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിച്ചാൽ നമുക്ക് കാര്യങ്ങളിൽ കുറെ വ്യത്യാസം വരുത്താൻ പറ്റും. നിങ്ങൾ കേട്ടിട്ടില്ലേ, വളരെ മനോഹരമായ ഒരു കോട്ടുണ്ട്, വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറെന്റ് തിങ്സ്, ദേ ഡു തിങ്സ് ഡിഫറെന്റ്ലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിജയിച്ച ആളുകൾ ഡിഫറെന്റ് തിങ്സ് ചെയ്യല്ല ചെയ്യുന്നത്, ചെയ്യുന്ന കാര്യങ്ങൾ ഒരിത്തിരി വ്യത്യാസപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ളത്. വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറെന്റ് തിങ്സ് ബട്ട് ദേ ഡു തിങ്സ് ഡിഫറെന്റ്ലി എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരല്പം മാറ്റങ്ങൾ വരുത്താൻ, ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ഹീൽ ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളിൽ മാറ്റം വരുത്താൻ പറ്റും എന്നുള്ള ഒരു തുടക്കത്തോടു കൂടിയാണ് നമ്മൾ ഹീലിംഗ് ഇനീഷ്യേറ്റീവിലേക്ക് പോകുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങൾ, നമ്മൾ ചെറിയ ചില അക്ഷരങ്ങൾ അവസാനവും ആദ്യമൊക്കെ ചേർത്തിയപ്പോൾ അതിൻ്റെ വാല്യൂവിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇതുപോലെ ഒരല്പം നമ്മൾ അങ്ങനെയാണല്ലോ, നല്ല കറി വെക്കുമ്പോൾ, നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഒരല്പം അതിലെ കൂട്ടിൽ, അതിലെന്താണോ നമ്മൾ കൂട്ടുന്നത് അല്ലെങ്കിൽ അതിലെന്താണോ നമ്മൾ മിക്സ് ചെയ്യുന്നത്, അതിൽ വരുത്തുന്ന ചെറിയ വ്യത്യാസങ്ങളാണ് പലപ്പോഴും അതിൻ്റെ ടേസ്റ്റ് മാറ്റുന്നത്. ഇതുപോലെ നമുക്ക് ലൈഫിലും നമ്മളുടെ ബുദ്ധിമുട്ടുകളെ, പ്രയാസങ്ങളെ ഒക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പിന്നെ ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ ഒരു കാഴ്ചപ്പാട്. അപ്പൊ നമ്മൾ നോക്കുന്നത് സെൽഫ് സെന്റേർഡ് ഡ്രൈവ്സ് ഓഫ് ദ ബ്രെയിൻ. നമ്മൾ വീണ്ടും ഒരല്പം ബ്രെയിനിന്റെ കാര്യങ്ങളിലേക്ക് വരികയാണ്. നമ്മുടെ ഒക്കെ ബ്രെയിന് അതിന്റെ സെൽഫായിട്ട് തന്നെ പല മാറ്റങ്ങളും വരുത്താൻ കഴിവുണ്ട്. ഓട്ടോ പൈലറ്റ് റെസ്പോൺസ് എന്നുള്ള വാക്ക് നമ്മൾ പലപ്പോഴും ഉപയോഗിച്ചതാണ്, ഓട്ടോ റീസെറ്റ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ പലപ്പോഴും ഉപയോഗിച്ചതാണ്. നമ്മുടെ ബ്രെയിനിന് മാറ്റം വരുത്തുന്നതിന് നമ്മൾ ചെറിയ ചെറിയ ഇൻപുട്ടുകൾ കൊടുത്തു കഴിഞ്ഞാൽ, ചെറിയ ചെറിയ കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മാറ്റങ്ങൾ വരുത്താൻ നമ്മുടെ ബ്രെയിനിന് സാധ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ ന്യൂറോ സയൻസിന്റെ ഏറ്റവും പുതിയ ഡെവലപ്മെന്റ്സ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുള്ളത്, ഹ്യൂമൻ ബ്രെയിൻ ആൻഡ് കോൺഷ്യസ്നെസ് കണ്ടെയ്ൻ മെനി മിസ്റ്ററീസ്. ഇപ്പോഴും പൂർണ്ണമായിട്ട് തുറന്നു കഴിഞ്ഞിട്ടില്ലാത്ത, പൂർണ്ണമായിട്ട് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടില്ലാത്ത ഒരു അവയവമാണ് ബ്രെയിൻ. ഒരുപക്ഷെ ഈ നൂറ്റാണ്ടൊക്കെ അവസാനിക്കുമ്പോഴേക്ക്, അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു 10-30 വർഷം കൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ബ്രെയിനിന്റെ സ്റ്റഡീസ് പുറത്തു കൊണ്ടുവന്നു. അങ്ങനെ അത്രയധികം വേഗതയിലാണ്, അല്ലെങ്കിൽ അത്രയധികം പ്രാധാന്യത്തോടു കൂടിയാണ് ന്യൂറോ സയൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നമുക്കറിയാം ഇപ്പൊ ഏറ്റവും കൂടുതൽ പിന്നെ ഡെവലപ്മെന്റ് നടക്കുന്നത്, റിസർച്ച് നടക്കുന്നത് ന്യൂറോ സയൻസ് ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അത്തരം ചില മിസ്റ്ററീസ്, നമുക്കറിയാവുന്ന ചില മിസ്റ്ററീസ് ഒക്കെ നമ്മൾ മെല്ലെ മെല്ലെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ഹീലിംഗ് ഇനീഷ്യേറ്റീവിലേക്ക് പോകുന്നത്. നമുക്കറിയാം ബ്രെയിൻ കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരുപാട് കെമിക്കൽസ് ആണ് നമ്മളാക്കി മാറ്റുന്നത് എന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. നമ്മുടെ ശരീരത്തിലെ ഗ്രന്ഥികൾ, ഗ്ലാൻസ് ഉൽപ്പാദിപ്പിക്കുന്ന കെമിക്കൽസ് ഉണ്ട്. ബ്രെയിനിന്റെ നമ്മുടെ നാഡീ കോശങ്ങൾക്കിടയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കെമിക്കൽസ് ഉണ്ട്. ഈ ബ്രെയിനിന്റെ കെമിസ്ട്രി വളരെ വളരെ അമേസിങ് ആണ്, അത്ഭുതകരമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയ കാര്യം. അപ്പൊ അതിൽ നമ്മൾ ഒരല്പം ഇന്ന് നോക്കാൻ പോകുന്നത് ഡോപ്പമൈനെ പറ്റിയാണ്. ഡോപ്പമൈന് നമുക്ക് എങ്ങനെ ഹീലിങ്ങിന് ഉപയോഗിക്കാം. നമുക്കറിയാലോ ഡോപ്പമൈനിൽ വരുന്ന മാറ്റങ്ങളാണ് ചിലപ്പോ ഒക്കെ നമ്മളെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നത്, ചിലപ്പോ ഒക്കെ നമ്മളെ മാനിയയിലേക്ക് പോകുന്നത്. ഇവിടെയൊക്കെ ഡോപ്പമൈന് പങ്കുണ്ട്. അതുകൊണ്ട് ഡോപ്പമൈനെ കുറച്ചുകൂടി നമുക്ക് പോസിറ്റീവായിട്ട് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഹീലിംഗ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ആദ്യം നോക്കുന്നത്. അതിന്റെ അവസാനത്തിൽ നമ്മൾ ഈ ഹീലിംഗിന് വേണ്ടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കും നമ്മൾ ഇന്ന് പരിശീലിക്കുന്നുണ്ട്. ഹീലിംഗ് ഇനീഷ്യേറ്റീവിന്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഉദ്ദേശം ആ ഒരു ടെക്നിക്ക് പരിചയപ്പെടലാണ്. ശരിക്കും ഒന്ന്, നമുക്ക് നമ്മൾ മോട്ടിവേഷൻ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ മോട്ടിവേഷൻ ഉള്ള സമയത്ത് നമ്മളിൽ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കെമിക്കൽ ഡോപ്പമൈൻ. എന്തെങ്കിലും ചെയ്യുന്നതിന്, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇനീഷ്യേഷൻ എടുക്കുന്നതിന്, നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു ത്വര വരണമെങ്കിൽ നമുക്ക് ഡോപ്പമൈൻ. ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല. അപ്പൊ ഈ മോട്ടിവേഷൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എങ്ങനെ നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാക്കാം എന്നുള്ളത്, അഥവാ ഡോപ്പമൈനെ എങ്ങനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ, മരുന്നുകൾ ഉപയോഗിക്കാതെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ, ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. ഡോപ്പമൈൻ മോട്ടിവേഷൻ ആവശ്യമാണ്. റിവാർഡിങ്, നമുക്കൊരു ഉഷാറ് തോന്നണമെങ്കിൽ, നമുക്ക് അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ നമ്മളെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്താൽ, ആരെങ്കിലും ഒരു സ്ട്രോക്ക് തന്നാൽ നമുക്കൊരു റിവാർഡിങ് ആണ്. റിവാർഡിങ് പലപ്പോഴും നമ്മുടെ മോട്ടിവേറ്റ് ചെയ്യും, നമ്മുടെ ഉഷാറാക്കും. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് എന്തെങ്കിലും മൂവ്മെന്റുകൾ നടത്തണമെങ്കിൽ നമുക്കത് ഡോപ്പമൈൻ ആവശ്യമാണ്. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ ഡോപ്പമൈൻ ഉണ്ടാക്കാൻ ഇത്തരം കാര്യങ്ങൾ, നിങ്ങൾക്ക് മോട്ടിവേഷൻ ഉള്ള കാര്യങ്ങൾ ചെയ്താൽ കൂടുതൽ ഡോപ്പമൈൻ ഉണ്ടാവും. നമ്മൾ മറ്റൊരാൾക്ക് റിവാർഡ് കൊടുക്കുകയോ നമുക്ക് റിവാർഡ് കിട്ടുകയോ ചെയ്താൽ നമുക്ക് ഡോപ്പമൈൻ ഉണ്ടാവും. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മൂവ്മെന്റുകൾ നടത്തുകയാണെങ്കിൽ ഡോപ്പമൈന് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഡോപ്പമൈൻ ആണ് നമ്മുടെ മൂഡിന്, ഓൾറെഡി നമ്മൾ മൂഡ് ഡിസൈനിങ്ങും അതിന്റെ ടെക്നിക്കും ഒക്കെ പരിശീലിച്ചതാണ്. മൂഡ് നമുക്ക് സ്റ്റാബിൾ ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഡോപ്പമൈന് നമ്മളുടെ നാച്ചുറൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. അതുപോലെ നമുക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി വേണമെങ്കിൽ, വൈകാരിക പക്വത വേണമെങ്കിൽ ഡോപ്പമൈൻ. അതുപോലെ കൊഗ്നിഷൻ, നമ്മുടെ ചിന്ത, പ്ലാനിങ്, ഡിസിഷൻ മേക്കിങ്, അതേപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് ചില സംഗതികൾ ഓർത്ത് വെക്കുന്നതിന്, ഇത്തരത്തിലുള്ള എല്ലാ കൊഗ്നിറ്റീവ് ആക്ടിവിറ്റീസും നമ്മളിൽ പിന്നെ നന്നായിട്ട് നടക്കണമെങ്കിൽ ഡോപ്പമൈൻ വർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇതേ സംഗതികൾ തന്നെ നമ്മുടെ മൂഡ് ഓക്കെ ആണെങ്കിൽ ഡോപ്പമൈൻ നമ്മളിൽ ഉണ്ടാവും. ഇമോഷൻ പ്ലസന്റ് ആണെങ്കിൽ ഡോപ്പമൈൻ ഉണ്ടാവും. നമ്മുടെ കൊഗ്നിറ്റീവ് ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഡോപ്പമൈൻ ഉണ്ടാവും. തിരിച്ച് ഡോപ്പമൈൻ ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാവും, നമുക്ക് റിവാർഡിങ് ഫീലിംഗ് ഉണ്ടാവും, നമുക്ക് മൂവ് ചെയ്യാൻ ഇഷ്ടമായിരിക്കും, നമ്മുടെ മൂഡ് ഓക്കെ ആയിരിക്കും, നമ്മുടെ ഇമോഷന് പ്ലസന്റ് ആയിരിക്കും, നമ്മുടെ കൊഗ്നിഷൻ ഇൻടാക്റ്റ് ആയിരിക്കും. അപ്പൊ ഇത് വല്ലാത്തൊരു കണക്ഷൻ ഉണ്ട് അതിന്. ഒന്ന്, ഡോപ്പമൈൻ ഉണ്ടെങ്കിലേ ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല ഇത് നമ്മൾ ബോധപൂർവം ചെയ്യുകയാണെങ്കിൽ ഡോപ്പമൈന് നമുക്ക് നാച്ചുറൽ ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സമയത്ത്, മദ്യം ഉപയോഗിക്കുന്ന സമയത്തൊക്കെ നമ്മളുടെ ഡോപ്പമൈൻ നന്നായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഇത് കൃത്രിമമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതായതുകൊണ്ട് കുറച്ച കാലം കഴിയുമ്പോൾ ബ്രെയിൻ അതിന്റെ പ്രൊഡക്ഷൻ ഓട്ടോമാറ്റിക്കലി കുറയ്ക്കും. അപ്പോഴാണ് ഇത്
അടിക്കുന്ന പെഗ് മതിയാവാതെ വരുന്നത്, അടിക്കുന്ന ഡോസ് മതിയാവാതെ വരുന്നത് അപ്പോഴാണ്. എന്നാൽ നാച്ചുറലായിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ വളരെ കൃത്യമായിട്ട് ഈ ഈ സംഗതി നമ്മൾ ഉണ്ടാക്കാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റും. ഒപ്പം മാമി നാനി മോനെ ഡോറ് കൂട്ടിനെ നോക്കിയ അവിടെ എവിടെയോ ഒന്ന് ഡോപ്പമൈൻ അമിതമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നഷീദന്റെ അടുത്താന്ന് തോന്നുന്നത്. ഫൈൻ, ഓക്കെ, ഗുഡ്. അപ്പൊ നമുക്ക് ഇങ്ങനെ നമുക്ക് ഡോപ്പമൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്തുകൊണ്ട് നമുക്കൊരു മൂഡും ഇല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് നടത്തി നമ്മൾ എന്തെങ്കിലും ഒരു സർവീസ് നടത്തിയാൽ നമ്മൾ ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ പിന്നെ ഇന്ന് ഏതോ ഒരു വീഡിയോ കണ്ട സമയത്ത് ഞാൻ കണ്ട ഒരു വാക്കുണ്ട്, സൈക്കോജനിക് ഇനാക്ഷൻ എന്നുള്ളതാണ് ആ വാക്ക്. നമ്മൾ കൃത്രിമ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഡോപ്പമൈൻ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന്റെ പവർ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും നമുക്കിത് ഓട്ടോമാറ്റിക്കലി ഉൽപ്പാദിപ്പിക്കണ്ട എന്ന് ബ്രെയിന് തീരുമാനിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ സംഗതികൾ കൃത്രിമമായിട്ട് ഉപയോഗിച്ചിട്ട് ഡോപ്പമൈൻ പോലുള്ള കെമിക്കൽസിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചാൽ പിന്നെ അത് ഇല്ലാതെ പറ്റില്ല എന്നുള്ളതാണ്. ഏതുപോലെയെന്ന് വെച്ചാൽ അതിന്റെ താഴെ ഒരു സ്റ്റഡി കൂടി പറയുന്നുണ്ട്. ആ സ്റ്റഡി ഇതാണ്, നമ്മളിപ്പോൾ ഒരു അസുഖവും ഇല്ല എന്ന് വിചാരിക്കുക, നമ്മൾ ഒരു പിന്നെ മാസക്കാലം ഒരു വടികുത്തി നടന്നാൽ, വെറുതെ ഒരു വടികുത്തി നടന്നാൽ ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വടി കുത്താതെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. കാരണം ബ്രെയിൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇയാൾ നടക്കേണ്ടത് എന്നുള്ളത് ബ്രെയിന് തീരുമാനിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയാൽ ബ്രെയിനിന്റെ മൂവ്മെന്റിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, കാലിനും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതിനാണ് സൈക്കോജനിക് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് പിന്നെ മാറ്റം വരാതെ, ശരീരത്തിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലാതെ നമ്മൾ ഒരു കാര്യം ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ അതാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് ബ്രെയിന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്ത് സുഖാക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് അങ്ങനെയുള്ളത്. കാരണം അത് പിന്നെ തിരിച്ച് നമ്മൾ ഒരുപാട് കാലം ഇതിന്റെ ആക്ടിവിറ്റീസ് കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൻ്റെ ഇതാക്കാൻ പറ്റുള്ളൂ. ഈ വാക്ക് ഞാൻ പറയാൻ കാരണം നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമുക്ക് ശരീരത്തെ മാത്രമല്ല മനസ്സിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഞാനൊരു ഇംഗ്ലീഷ് ഓതറുടെ ഒരു സംഗതി പിന്നെ റെഫർ ചെയ്ത സമയത്താണ് ഈ വാക്ക് എനിക്ക് കിട്ടിയത്. ഈ സൈക്കോജനിക് ഇനാക്ഷൻ, അല്ലെങ്കിൽ മറ്റേ അതിന് വേറെന്തോ ഒരു വാക്കുകൂടി പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ നമുക്ക് വളരെ ബോധപൂർവം അങ്ങനെയാണെങ്കിൽ ഇനാക്ഷൻ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, ഞാൻ പറഞ്ഞു വന്ന കാര്യം അതാണ്, ഇനാക്ഷൻ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ആക്ഷൻ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. നമുക്കിങ്ങനെ വടികുത്തി പിടിച്ച് നടക്കുന്ന ആൾക്ക് ബ്രെയിൻ അങ്ങനെ സ്വീകരിക്കുമെങ്കിൽ, നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾ വടിയില്ലാതെ കുറച്ചു കാലം കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിനോ അവയവങ്ങൾക്കോ കാര്യമായ തകരാറില്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യുമെന്നുള്ളതും ശരിയാണ്. അവിടെയാണ് മിൽട്ടൺ എറിക്സൺ എന്ത് ചെയ്തത്? പോളിയോ ബാധിച്ച മിൽട്ടൺ എറിക്സൺ ഒരുപാട് തവണ ബ്രെയിനിലൂടെ പിന്നെ ആക്ച്വലി നടക്കുന്നത് കണ്ടുകൊണ്ട് അദ്ദേഹം സ്വയം ഹീൽ ചെയ്തെടുത്തു. അത് ഈ ഒരു വാക്ക് ഞാൻ ഇവിടെ പറയാൻ കാരണം ഇതാണ്. ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ പോലും അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് കൊഗ്നിറ്റീവ് ആക്ടിവിറ്റി, വായിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇത്തിരി വായിച്ചു നോക്കുക. അതുപോലെ തന്നെ പ്ലസന്റ് അല്ലെങ്കിൽ പോലും ഇത്തിരി പ്ലസന്റ് ആയിട്ട് നമ്മൾ പിന്നെ ഇനാക്ട് ചെയ്തു നോക്കുക. ഏതെങ്കിലും തരത്തിലുള്ള മൂവ്മെന്റ് നടത്തി നോക്കുക. നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു റിവാർഡിങ് കിട്ടുന്ന കാര്യം ചെയ്തു നോക്കുക. മോട്ടിവേഷൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു നോക്കിക്കൊണ്ട് നമുക്ക് ഡോപ്പമൈനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. റൈറ്റ്. അപ്പം ഫോർമേഷൻ ഓഫ് ടെംപ്ലേറ്റ്സ് ഫോർ സ്പെസിഫിക് ബിഹേവിയേഴ്സ്, ഈ ഡോപ്പമൈൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മളുടെ പ്രധാനപ്പെട്ട ചില പെരുമാറ്റങ്ങൾ, സ്പെസിഫിക് ആയിട്ടുള്ള ചില പെരുമാറ്റങ്ങൾക്ക് വേണ്ട ടെംപ്ലേറ്റ് നമ്മുടെ ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് പറയാനാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ ഒരേ ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ചില പിന്നെ സ്പെസിഫിക് ടെംപ്ലേറ്റുകൾ ഫോം ചെയ്യും.
ഇപ്പൊ നിങ്ങൾ ഡെയിലി വായിക്കുകയാണെങ്കിൽ വായനയുടെ ഒരു ആ ബിഹേവിയറിന്റെ ഒരു ടെംപ്ലേറ്റ്, അപ്പൊ പിന്നെ നിങ്ങൾക്ക് വായിക്കാതിരിക്കുന്നതായിരിക്കും ബുദ്ധിമുട്ട്. ഡെയിലി നിങ്ങൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ആ എക്സസൈസിന്റെ ഒരു ടെംപ്ലേറ്റ്, ദാറ്റ് മീൻസ് അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഡോപ്പമൈൻ ഉണ്ടാവുകയും ഓട്ടോമാറ്റിക്കലി നമുക്കത് ചെയ്യാൻ തോന്നുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നെഗറ്റീവ് പറഞ്ഞ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇപ്പോൾ പറയുന്നത്. അഥവാ നമുക്ക് എന്ത് ചെയ്യുന്നു, അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ റെഗുലറായിട്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും എന്ത് ചെയ്യും, ക്രോസ് ഫയറിംഗ് ഓഫ് ന്യൂറോൺസ്. നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് ന്യൂറോണുകളുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അടുത്ത മോഡ്യൂളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ന്യൂറോണിനെ പറ്റി പറയുകയും ചെയ്യുന്നുണ്ട്. ന്യൂറോണുകളുടെ ക്രോസ് ഫയറിംഗ് നടക്കും. എന്താണ് ഈ ക്രോസ് ഫയറിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് നിരന്തരമായിട്ട് ഇൻഫർമേഷൻ കൈമാറുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ന്യൂറോപാത്ത് ശക്തിപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു ഓർമ്മ ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുന്നത്. എന്നാൽ ഇത് ഒന്നിലേക്കല്ല, ഒരുപാട് ന്യൂറോണുകളിലേക്ക് ഇങ്ങനെ ഫയർ ചെയ്തിട്ട് ഒരുപാട് ന്യൂറോപാത്തുകൾ ഒരു വിവരമായിട്ട്, ഒറ്റ വിവരമായിട്ട് കണക്ട് ചെയ്ത് ഒന്നിലധികം ന്യൂറോപാത്തുകൾ നമ്മളിൽ ഉണ്ടാവുകയാണെങ്കിൽ അതെന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ അതിശക്തമായിട്ടുള്ള ഓർമ്മയും അതേപോലെ തന്നെ ആ പ്രവൃത്തി ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ രണ്ട് ന്യൂറോണുകൾ തമ്മിൽ എന്നും പ്രവർത്തിക്കുമ്പോൾ ഒരു ന്യൂറോപാത്ത് ഉണ്ടാവും. എന്നാൽ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറേ വിവരങ്ങളിലേക്ക് ഈ ന്യൂറോണുകൾ പിന്നെ ഫയർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ന്യൂറോപാത്തുകൾ ഉണ്ടാവുന്ന സമയത്ത് അത് ചെയ്യാനുള്ള ടെൻഡൻസി എന്നിൽ കൂടുതലായിരിക്കും. അതുപോലെ അതിന്റെ ശക്തി വളരെ കൂടുതലായിരിക്കും. അത്തരം കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഓർക്കുമ്പോഴേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ നമ്മളിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ക്രോസ് ഫയറിംഗ് ഓഫ് ന്യൂറോൺസ് നമ്മളിൽ നടക്കുന്നത് ഈ ഡോപ്പമൈൻ നന്നായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് ക്രോസ് ഫയറിംഗ് നടക്കും. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോൾ, ഒരു കാര്യം ഒരുപാട് സന്തോഷത്തോടു കൂടി ചെയ്യുമ്പോൾ, ഒരുപാട് നമ്മൾ ഒരു കാര്യം നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന സമയത്ത് ഒന്നിലധികം ന്യൂറോപാത്തുകൾ അതുമായി കണക്ട് ചെയ്ത് രൂപപ്പെടും. അതുകൊണ്ട് തന്നെ ന്യൂറോപാത്തുകൾ നല്ല ശക്തമായിട്ട് രൂപപ്പെടും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു വരയൊക്കെ വരച്ച് ചെയ്യുമ്പോൾ അങ്ങനെ കട്ടി കൂടി വരുന്നത് നിങ്ങൾ ആലോചിച്ചു. അങ്ങനത്തെ കുറേ ന്യൂറോപാത്തുകൾ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുകയാണെങ്കിലോ ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലേക്ക് പോവാന് നമുക്ക് കുറേ വഴിയുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഏത് വഴിയിലൂടെ പോകുമ്പോഴും നമ്മുടെ വീട്ടിലേക്കാണ് എത്തുന്നത്. എല്ലാം എളുപ്പ വഴികളാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ ഏത് വഴിയിലൂടെ പോകുമ്പോഴും ഓക്കെ ആയിരിക്കും. ഇതുപോലെ നമുക്കൊരു വിവരത്തെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഈ ക്രോസ് ഫയറിംഗ് നടന്നാൽ ഒരുപാട് സെന്ററിന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ഇതിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഡോപ്പമൈന് എന്നുള്ളത് പറയാനാണ് ഇത് പറഞ്ഞത്. അങ്ങനെ എങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹാർഡ് വയറിംഗ് ഫോർ ദോസ് ബിഹേവിയേഴ്സ്. കൂടുതൽ ഹാർഡ് വയേഴ്സ് ഉണ്ടാവും നമ്മുടെ ബ്രെയിനിൽ. ഹാർഡ് വയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ബ്രെയിനിന്റെ സ്ട്രക്ചറിലാണ് മാറ്റം വരുന്നത്. സ്ട്രക്ചറിൽ മാറ്റം വന്നാൽ അത് അവിടെ കിടക്കും. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഹാർഡ് വയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെമ്മറിയുമായി ബന്ധപ്പെട്ട് പ്ലഷറുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ പറയുന്നതൊക്കെ ഞാൻ കൂടുതൽ ക്ലിയർ ചെയ്യാം കേട്ടോ. സ്ട്രെങ്ത് അത് ശക്തിപ്പെടുത്താൻ പറ്റുന്നതാണ് നമ്മുടെ ഹാർഡ്വെയറുകൾ എന്ന് പറഞ്ഞാൽ ന്യൂറോപാത്തുകളെ നമുക്ക് ശക്തിപ്പെടുത്താൻ പറ്റും. ഡോപ്പമൈൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഫോർ എ സ്പെസിഫിക് ആക്ഷൻ. അപ്പോൾ ഒരു സ്പെസിഫിക് ആക്ഷന് വേണ്ടി തന്നെ നമുക്ക് കൂടുതൽ ന്യൂറോപാത്തുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ വഴിയും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ടെക്നിക്കുമാണ് നമ്മൾ ഇന്ന് പരിശീലിക്കാൻ പോകുന്നത്. ഇതിനെയാണ് നമ്മൾ ന്യൂറൽ പാത്വേസ് എന്ന് വിളിക്കുന്നത്. ഒരു സ്പെസിഫിക് ആക്ഷന് വേണ്ടി തന്നെ ഒരുപാട് ന്യൂറൽ പാത്വേസ്, ഞാൻ പറഞ്ഞില്ല വീട്ടിലേക്ക് ഒരുപാട് വഴിയുള്ളത് പോലെ തന്നെ ഒരു വിവരവുമായി കണക്ട് തന്നെ ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് ന്യൂറൽ പാത്വേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് ഇന്റഗ്രൽ ഓപ്റ്റിമിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾ എല്ലാ ദിവസവും വളരെ താല്പര്യത്തോടു കൂടി പഠിക്കാൻ തുടങ്ങിയാൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ സംഗതികൾ നിങ്ങൾ ബ്രൗസ് ചെയ്യാൻ തുടങ്ങിയാൽ,
ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പൊ മീനാക്ഷി മാം ചെയ്യുന്നത് പോലെ ഇത് പഠിച്ചിട്ട് വേറൊരാൾക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങിക്കഴിയുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, അങ്ങനെ ക്ലാസ് എടുക്കുന്ന കാര്യം നേരത്തെ എന്നോട് പറഞ്ഞ സമയത്ത് അവർ പഠിച്ചു വരണം എന്ന് പറഞ്ഞപ്പോൾ അത് പ്രസന്റ് ചെയ്ത സമയത്ത് വളരെ ഹാപ്പി ആയിട്ടാണ് മീനാക്ഷി മാം പറഞ്ഞത്, ഞാൻ പഠിച്ചു വരാം, നിന്നിട്ട് നിങ്ങളെ പഠിപ്പിക്കാം, നിങ്ങളിൽ പരീക്ഷിക്കാം. ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഒരുപാട് ഡോപ്പമൈൻ അത് ചെയ്യുമ്പോൾ നമ്മളെ ഭാഗത്ത് അത് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരൊറ്റ വിവരവുമായി കണക്ട് ചെയ്ത ഒത്തിരി ന്യൂറോപാത്തുകൾ നമ്മുടെ ബ്രെയിനിൽ രൂപപ്പെടുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇനി എത്ര കാലം കഴിഞ്ഞിട്ട് ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തെ പറ്റി പിന്നെ മീനാക്ഷി മേമ ആലോചിച്ചാൽ അതുമായി ബന്ധപ്പെട്ട കുറെ വിവരങ്ങൾ വളരെ വേഗത്തിൽ ഇതൊന്നും ചെയ്യാത്തവരെ അപേക്ഷിച്ച് മീനാക്ഷി മാമിന് കിട്ടും. ഞാൻ പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വായിക്കുന്നു, ഉറപ്പാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ക്ലാസ് എടുക്കണമെങ്കിൽ നമ്മളിത് ഒന്നിലധികം തവണ നോക്കണം, ഒന്നിലധികം തവണ കേൾക്കണം. നമ്മൾ ചിലപ്പോൾ ചില അഡീഷണൽ മെറ്റീരിയൽ റെഫർ ചെയ്യണം. കാരണം വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവിടെ വരുന്ന ചോദ്യങ്ങൾ നമുക്ക് അഡ്രസ്സ് ചെയ്യണം, നമുക്ക് ഡൗട്ട് ഇല്ലാതെ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് അവരത് എൻജോയ് ചെയ്യുന്നുണ്ട്. എൻജോയ് ചെയ്യുന്നുണ്ടോ, ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടോ, ന്യൂറൽ കണക്ഷന്റെ ക്രോസ് ഫയറിങ് നടക്കും. ക്രോസ് ഫയറിങ് നടന്നോ, ഒന്നിലധികം സെന്ററുകളിൽ അതെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേവ് ചെയ്ത് വെക്കും. അതുകൊണ്ട് നമുക്ക് ഇത് ആലോചിക്കുമ്പോൾ ഒരു സെന്ററിന് കിട്ടിയിട്ടില്ലെങ്കിൽ വേറൊരു സെന്ററിന് നമുക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. സോ ഡസ് ഇറ്റ് മേക്ക് സെൻസ്? ഞാൻ ഇത് ചെയ്യുന്ന ഒരാൾ ഇങ്ങോട്ട് പറഞ്ഞത് മീനാക്ഷി മാം ആയതുകൊണ്ടാണ് ഞാൻ മീനാക്ഷി മാമിന്റെ ഉദാഹരണം എടുത്ത് പറഞ്ഞത്. ബാക്കിയുള്ളവരും അങ്ങനെ ചെയ്യണമെന്ന് പറയാൻ കൂടിയാണ് അത് പറഞ്ഞത് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോഴാണ് ഈ വിവരം നമ്മുടേതായിട്ട് മാറുക. അപ്പൊ ഞാനിത് പഠിച്ചു, ഞാൻ ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ ക്ലാസ് പഠിച്ചു, അതിന്റെ ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകം വായിച്ചു, എന്നിട്ട് ഇതിന്റെ മോഡ്യൂള് ഞാൻ പ്രിപ്പയർ ചെയ്തു. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാനത് ഒരുപാട് ആസ്വദിച്ചായിരുന്നു ചെയ്യുന്നത്. അപ്പൊ ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ ക്ലാസ് എടുക്കുന്ന സമയത്തും അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിക്കുന്ന സമയത്തും എനിക്ക് ഒരുപാട് ഇൻഫർമേഷൻ എൻ്റെ ബ്രെയിനിൽ നിന്ന് വരുന്നതിന്റെ കാരണം അത് ഒരുപാട് സ്ഥലത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് സ്ഥലത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇതിനിപ്പോ എൻ്റെ ബ്രെയിനിന്റെ മാത്രമല്ല, എൻ്റെ സിസ്റ്റത്തിലും അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോ ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ സംഗതികൾ ഈ സിസ്റ്റത്തിൽ മാത്രമല്ല സേവ് ചെയ്ത് വെച്ചത്. കാരണം ഇത് അടിച്ചു പോയാല് അടുത്ത ആഴ്ച എനിക്ക് ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഞാൻ വേറെ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കണം. ഇപ്പൊ 3 സ്ഥലത്ത് ഇത് സേവ് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ എന്ത് ചെയ്തുള്ളത്, 2 സിസ്റ്റത്തിലും ഒരു ഹാർഡ് ഡിസ്കിലും ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താണ് ഞാൻ പറഞ്ഞത്, ഇതുപോലെ പല സ്ഥലത്ത് സേവ് ചെയ്ത് വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് നിന്ന് നമുക്കത് കിട്ടും. അങ്ങനെ ബ്രെയിനിൽ സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ ഇത് ചെയ്യണം. അത് ചെയ്യാനുള്ള വഴി നമ്മളിങ്ങനെ മൾട്ടിപ്പിൾ സോഴ്സ് എന്നതിനെ പറ്റി പഠിക്കണം. എന്നിട്ട് നമ്മളത് ആസ്വദിച്ച് ഉപയോഗിക്കണം. അങ്ങനെ വരുന്ന സമയത്ത് ഡോപ്പമൈന് നമ്മളിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ റെക്കോർഡ് ചെയ്യപ്പെടും, സേവ് ചെയ്യപ്പെടും. ഇതുവരെ പറഞ്ഞത് ഈ ഉദാഹരണത്തോടു കൂടി ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഒരു ന്യൂറൽ പാത്വേസ് ഡോപ്പമൈന് നമ്മളെ സഹായിക്കുന്നത് കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മുടെ ഉള്ളിലൊക്കെ ഒരു സിസ്റ്റം ഉണ്ട്, ഒരു പ്രോഗ്രാം ഉണ്ട്. ഈ പ്രോഗ്രാം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ ഇന്റഗ്രൽ ഓപ്റ്റിമിസവുമായി ബന്ധപ്പെട്ട കുറെ വിവരങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ പ്രോഗ്രാമിനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യേണ്ടതുണ്ട് അല്ലെ? ഇതില് പല ടെംപ്ലേറ്റുകളിൽ ഇത്തരം കാര്യങ്ങൾ സേവ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. മെനി ടെംപ്ലേറ്റ്സ് ഇൻസൈഡ് ദ ബ്രെയിൻ. പല ടെംപ്ലേറ്റ്സ് ഓൾറെഡി പലതുമായി ബന്ധപ്പെട്ട് കുട്ടിക്കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ, ഇഷ്ടമുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്. ഇപ്പൊ കുറെ കാലമായിട്ട് സൈക്കോളജി പഠിക്കാൻ തുടങ്ങിയത് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട കുറെ ടെംപ്ലേറ്റ്സ് നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ എക്സ്പീരിയൻസും ടെംപ്ലേറ്റുകൾ ക്രിയേറ്റ് ചെയ്യും.
ഈ ടെംപ്ലേറ്റുകൾ നന്നായി ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒരു കെമിക്കലാണ് ഡോപ്പമൈൻ. അതുകൊണ്ട് ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ നമ്മൾ ഇടപെടേണ്ടതുണ്ട്. എന്തൊക്കെ ചെയ്യണം? നമ്പർ 1, നമ്മൾ നമ്മുടെ പ്രോഗ്രാമിനെ പറ്റി അറിയണം. അതാണ് ഇപ്പൊ ഇത്രയും കാലം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൈക്കോളജി പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. നൗ ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വഴികളിലൊന്ന് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. നിങ്ങൾ പിന്നെ മൂവ്മെന്റ് നടക്കുകയാണെങ്കിൽ ഡാൻസ് പോലുള്ള കാര്യങ്ങൾ, എക്സസൈസ് പോലുള്ള കാര്യങ്ങൾ, എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റിയും ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കുന്നുള്ളതാണ്. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്ന കുട്ടികളോടൊക്കെ പറയാറുള്ളത്, നിങ്ങൾ രാവിലെ ഒരിത്തിരി എക്സസൈസ് ചെയ്തതിന് ശേഷം പഠിക്കാനിരുന്നാൽ, അല്ലെങ്കിൽ ഒരു 1 അവർ പഠിച്ചതിന്റെ ശേഷം ഒരു 5 മിനിറ്റ് നിങ്ങളൊരു ബ്രെയിൻ ജിമ്മ് ചെയ്താൽ, മൂവ്മെന്റ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻടേക്ക് ഉണ്ടാവും. അതിന്റെ കാരണം കൂടുതൽ ഡോപ്പമൈൻ. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി റെഗുലർ ആയിട്ട് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ മോട്ടിവേഷൻ ഉണ്ടാക്കുന്നതിന്, കൊഗ്നിഷൻ കൂട്ടുന്നതിന്, മൂഡ് ഡിസൈൻ ചെയ്യുന്നത്, ഇമോഷൻ സ്റ്റേബിൾ ആക്കുന്നത്, ഇതിനൊക്കെ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി സഹായിക്കും. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കപ്പെടും. പിന്നെ സെൽഫ് കൺട്രോൾ ആക്ടിവിറ്റീസ്, നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഏത് തരം, ഉദാഹരണത്തിന് നിങ്ങൾ കൃത്യമായിട്ടൊരു നിശ്ചിത സമയം വെച്ച് വായിക്കുകയാണെങ്കിൽ, ഒരു നിശ്ചിത സമയം വെച്ച് നിങ്ങൾ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒക്കെയും തന്നെ സെൽഫ് കൺട്രോൾ, ടൈം ബൗണ്ട് ആക്ടിവിറ്റീസ് ആണ്. എൻജോയ് ലൈഫ് ആൻഡ് കമ്മിറ്റ്മെന്റ്, ജീവിതം ആസ്വദിക്കുകയാണെങ്കിൽ, അതുപോലെ കമ്മിറ്റ്മെന്റുകൾ ഏറ്റെടുത്തിട്ട് പൂർത്തിയാക്കുകയാണ്, അല്ലെ? കമ്മിറ്റ്മെന്റുകൾ ഏറ്റെടുത്തിട്ട് പൂർത്തിയാക്കുക. നേരത്തെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ മീനാക്ഷി മാം ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞാൻ ഈ ആഴ്ച എൻ്റെ ആളുകൾക്ക് ഇത് ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ അഭിപ്രായം അടുത്ത ക്ലാസ്സിൽ പറയും. അന്നെടുത്തത് ഒരു കമ്മിറ്റ്മെന്റ് ആണ്, ഇന്ന് പറഞ്ഞത് അതിൻ്റെ പൂർത്തീകരണമാണ്. ഇങ്ങനെ നമ്മൾ ചില ഗോളുകൾ സെറ്റ് ചെയ്യുകയും ടാസ്കുകൾ സെറ്റ് ചെയ്യുകയും അത് പൂർത്തിയാക്കുകയും ചെയ്യുന്നത് ഡോപ്പമൈൻ ഉണ്ടാവും. ഡോപ്പമൈൻ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല വഴി ചെറിയ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ സെറ്റിംഗ് ലിമിറ്റ്സ് ടു ഇമോഷൻ സ്പെൻഡിങ്, നമ്മൾ ഇമോഷൻ ചെലവാക്കുന്നതിന് അഥവാ ഇമോഷൻ ഉപയോഗിക്കുന്നതിന് ലിമിറ്റ് വെക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ദേഷ്യം പിടിച്ചാൽ ഇന്ന രൂപത്തിലെ പെരുമാറും. നമ്മൾ പറയാറില്ല ഡിലേഡ് റെസ്പോൺസ്, ആ രൂപത്തിലെ പെരുമാറുള്ളൂ. സങ്കടം വന്നാൽ ഞാനത് ഇന്ന രൂപത്തിലാണ് പോസിറ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ലിമിറ്റ് വെച്ച് പരിശീലിക്കുന്നത് ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് സഹായിക്കും. ഇപ്പൊ ദേഷ്യത്തിന്റെ കാര്യത്തിലാണ് ഡിലേഡ് റെസ്പോൺസ്, നമ്മൾ ആ സ്പേസ് നിന്ന് മാറിപ്പോകുന്നത്. സങ്കടമാണെങ്കിൽ നമ്മൾ ഒരല്പസമയം കരഞ്ഞിട്ട് നമ്മൾ ജേണൽ ചെയ്യുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട് കാര്യങ്ങൾ പറയുന്നത്, അതല്ലെങ്കിൽ നമ്മൾ ഒരു കൗൺസിലറെ കാണുന്നത്, ഇതൊക്കെ സെറ്റിംഗ് ലിമിറ്റ്സ് ഇമോഷൻ സ്പെൻഡിങ്. നമ്മൾ തന്നെ ലിമിറ്റ് വെച്ച് ഇമോഷൻ ഉപയോഗിക്കാം. അതുപോലെ റെഗുലർ ഫോർ സം റൂട്ടീൻ വെൽബീയിങ്, എന്നും നമ്മളുടെ വെൽബീയിങ്ങിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം. ചില ആളുകൾ അത് വ്യായാമം ചെയ്യലായിരിക്കും, ചില ആളുകൾ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജിമ്മിൽ പോവലായിരിക്കും ചെയ്യുക, വേറെ ചില ആളുകൾ ഗാർഡനിങ് പോലുള്ള സംഗതികളായിരിക്കും. നമുക്കൊരു സന്തോഷം തരുന്ന എന്തും ഹോബീസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക വഴി നമുക്ക് ഡോപ്പമൈൻ, അതായത് നമുക്ക് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ നാച്ചുറൽ ഡോപ്പമൈൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കുന്നുള്ളതാണ്. നമുക്കറിയാലോ, ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മുടെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇതാണ് കെമിക്കൽ മെസ്സഞ്ചർ എന്നുള്ളത്. 1 ന്യൂറോൺ ടു അനദർ വിത്ത് എ ജംഗ്ഷൻ നെയിം സിനാപ്സിലൂടെയാണ്. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ, ഡോപ്പമൈൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ മറ്റനേകം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യും. ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് ഒരേ സമയത്ത് ഒരുപാട് ന്യൂറോണിലേക്ക് അത് ക്രോസ് ഫയറിങ് സിനാപ്സസ് വഴി നടക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതുകൊണ്ടാണ് ചില ആളുകൾ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും, മോസ്റ്റ് ഓഫ് ദ ടൈം അവർ ഹാപ്പി ആയിരിക്കും, മോസ്റ്റ് ഓഫ് ദ ടൈം അവർ കമ്മിറ്റഡ് ആയിരിക്കും, മോസ്റ്റ് ഓഫ് ദ ടൈം അവർക്കൊരു റൂട്ടീൻ ഉണ്ടായിരിക്കും, മോസ്റ്റ് ഓഫ് ദ ടൈം അവർ ആക്ഷൻ ഓറിയന്റഡ് ആയിരിക്കും. ഇതിനൊക്കെ സാധിക്കുന്നത് ഈ തരത്തില്
ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റീസിലേക്ക് പോയിട്ടാണ്. അതുകൊണ്ട് നമ്മളെ ഫോക്കസ് ഇനി പറയുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്താൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി സാധ്യമാകുന്നതാണ്. ഇനി ഇത് ഉൽപ്പാദിപ്പിക്കാനുള്ള മറ്റൊരു ടെക്നിക്കും നമ്മൾ ഇന്ന് പരിശീലിക്കുന്നുണ്ട്, ഓപ്റ്റിമിസ്റ്റിക് തിങ്കിങ്. റൈറ്റോ? ആ, നമുക്ക് ആലോചിച്ച് നോക്കാം. ഇങ്ങനല്ലേ, ഇന്ന് രാത്രി കിടക്കാൻ പോകുന്നതിന്റെ മുമ്പ് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന്, ഇന്നത്തെ ദിവസത്തെ നമ്മുടെ പോസിറ്റീവ്സ് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. നാളെ സംഭവിക്കണം എന്നുള്ള ആഗ്രഹമുള്ള കുറച്ച് പോസിറ്റീവ്സ് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ സെക്കൻഡ് മോഡ്യൂളിലോ തേർഡ് മോഡ്യൂളിലോ അതിനൊരു ടെക്നിക്കൊക്കെ പരിശീലിച്ചിരുന്നു. അപ്പൊ നാളെ നമുക്ക് നേടേണ്ട ചില സംഗതികൾ വളരെ ഓപ്റ്റിമിസത്തോടു കൂടി നമുക്ക് ചിന്തിക്കാൻ പറ്റും. കാരണം മനുഷ്യ ബ്രെയിൻ്റെ ഇമാജിനേഷനുള്ള കഴിവ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓഫ് കോഴ്സ് ഇന്ന് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ പറ്റി നമുക്ക് ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ജേണൽ ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിന് ഗ്രാറ്റിറ്റ്യൂഡ്, ഇത് നമ്മൾ എന്തുണ്ടാക്കും? ഡോപ്പമൈൻ ഉണ്ടാക്കും. ഓഫ് കോഴ്സ് ഇത്തരം ഡോപ്പമൈനുകൾ ക്രോസ് ഫയറിംഗ് ഓഫ് ന്യൂറോൺസ് സാധ്യമാകും. അതുപോലെ ഓപ്റ്റിമിസ്റ്റിക് ഫീലിംഗ്, ഇന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും നല്ല ഹാപ്പിനെസ്, അത് എന്ത് ചെയ്തപ്പോഴായിരുന്നു, ആരെ കണ്ടപ്പോഴായിരുന്നു, എന്ത് കൊടുത്തപ്പോഴായിരുന്നു എന്ന് ആലോചിക്കുന്നത്. റൈറ്റ് വിഷ്വലൈസിങ്, നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതിനൊന്നും പ്രത്യേക സമയം വേണ്ടെന്നാണ്. ഉറങ്ങാൻ പോകുന്നതിൻ്റെ ഒരു ഇത്തിരി സമയം മുമ്പ് വെറുതെ ആലോചിച്ചാൽ മതി എന്നുള്ളത്. ഇതൊക്കെയും നമുക്ക് സാധ്യമാണ്. ആൻഡ് പ്ലഷർ, സന്തോഷമുള്ള എന്തും, അതൊരു യാത്രയാവാം, ഒരുമിച്ചൊരു ഡിന്നർ ആവാം, ഒരു മൂവി ആവാം, എന്തും. അതുപോലെ നമ്മൾ ചെറിയ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. എന്തെങ്കിലും കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. ഇപ്പൊ നാളെ രാവിലെ നമ്മളൊരു പുസ്തകം വായിച്ച് തുടങ്ങുന്നത് സെറ്റ് ചെയ്ത് അത് നമ്മൾ പൂർത്തിയാക്കിയാൽ നമുക്കൊരു സന്തോഷമാണ്. അത് നമുക്ക് ഡോപ്പമൈൻ ഉണ്ടാവും. അതുപോലെ എക്സിലറേഷൻ, നമുക്ക് എന്ത് ചെയ്യുക? നമ്മുടെ ഹാപ്പിനെസ് കൂട്ടുന്ന എന്തും, നമ്മുടെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന എന്തും, പോസിറ്റീവ് ഉണ്ടാക്കുന്ന എന്തും നമുക്ക് ചെയ്യാം. ഇതൊക്കെ ഫോക്കസ് ചെയ്താൽ ഹീലിംഗ് ഇനിഷ്യേറ്റീവ്സ് എന്ന് പറഞ്ഞത് ഇതാണ്. നമ്മൾ ചെറിയ കാര്യങ്ങളിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്താൽ ഓരോ കാര്യം ചെയ്യും. വെറുതെ ഇന്നത്തെ സന്തോഷങ്ങൾ ആലോചിച്ച് നോക്കുക, നാളെ സന്തോഷം കിട്ടാനുള്ള കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് സന്തോഷമുള്ള എന്തെങ്കിലും ഒരു കാര്യം, അത് ചിലപ്പം ഒരു ചെടി നനക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിങ് ആവാം. അതേപോലെ ചെറിയ ടാസ്കുകൾ വെച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ സന്തോഷമാണ്. ഇപ്പോ പിന്നെ ഇങ്ങനെ ഓരോന്നോരോന്ന് സെറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് നമ്മളുടെ ഡോപ്പമൈൻ ഉണ്ടാകും. അതേപോലെ ഇതോടൊപ്പം നമ്മൾ മുമ്പ് പറഞ്ഞതൊന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ് ഇവിടെ. നന്നായിട്ട് നമ്മുടെ ബ്രെയിൻ കെമിക്കൽസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വർക്ക് ചെയ്യുന്നതിന് 8 മണിക്കൂർ നമ്മൾ ഉറങ്ങണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ് പഴകിയ ഒരു കാര്യമായതുകൊണ്ട് നീട്ടി പറയുന്നില്ല. 8 മണിക്കൂർ ഉറങ്ങണം. രണ്ടാമത് ന്യൂട്രീഷൻ, ഓഫ് കോഴ്സ് ബോഡിക്ക് വേണ്ട ഫുഡ് നമ്മൾ കൊടുക്കണം. ആൻഡ് റൈറ്റ് എക്സസൈസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. റിലാക്സേഷൻ, ഏതെങ്കിലും ഒരു ഈ റിലാക്സേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും വെച്ച് കേട്ട് ചെയ്യണമെന്നൊന്നുമില്ല. വെറുതെ കണ്ണടച്ചിരുന്ന് ശരീരം തളർത്തിയിട്ട് ഒരു 5 മിനിറ്റ് അവെയർ ആയിട്ട് കിടന്നാൽ മതി. നമ്മളിപ്പം ഏതെങ്കിലും മ്യൂസിക് കേട്ട് ചെയ്യണം എന്നില്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും ആളുടെ സജഷൻ കേട്ട് ചെയ്യണം എന്നില്ല. സെൽഫായിട്ട് റിലാക്സ് ചെയ്യണം എന്നില്ല. കൈയും കാലും ഒക്കെ തളർത്തിയിട്ട് നമ്മൾ സ്വസ്ഥമായിട്ട് നമ്മൾ ഒന്ന് അയഞ്ഞ് തളർന്ന് കിടന്നാൽ മതി. ശരീരം കംപ്ലീറ്റ്, കണ്ണുകളൊക്കെ അടച്ചു. വേണമെങ്കിൽ ആ സമയത്ത് നമ്മുടെ ബ്രീത്തിലൊന്ന് ശ്രദ്ധിക്കാം, ശരീരത്തിന്റെ സെൻസേഷനിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചെങ്കിലേ നമ്മുടെ ബ്രെയിന് വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളത് ആധികാരികമായ പഠനങ്ങൾ കാണിക്കുന്നു. നേരത്തെ നമ്മൾ ആളുകളോട് പറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നാണ്. ഇന്ന് നമ്മൾ മാറി 8 മണിക്കൂർ തന്നെ ഉറങ്ങണം എന്നാണ് നമ്മൾ പറയുന്നത്. അതിന്റെ കാരണം ബോഡിയും ബ്രെയിനും റിപ്പയർ ചെയ്യുന്നതിന് മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ളത് ഉറക്കാണ്. ന്യൂട്രീഷൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ സെല്ലുകളും, ഇപ്പോ നമുക്കറിയാലോ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവുന്ന എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം
ബോഡിയിൽ ഉണ്ടാവുന്ന എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം സെല്ലിലെ പ്രശ്നം, നമ്മുടെ കോശങ്ങളിലുള്ള ഡിസ്ഫങ്ഷനാണ് കാരണം. അത് ശരിയാവണമെങ്കിൽ കൃത്യമായിട്ട് ഫുഡ് കഴിക്കണം എന്നുള്ളതാണ്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ആൻഡ് ഓഫ് കോഴ്സ് എക്സസൈസ്, നമ്മുടെ മസിൽ മൂവ്മെന്റുകൾ, ബ്ലഡ് സർക്കുലേഷൻ, ഓക്സിജന്റെ സപ്ലൈ, ഇതൊക്കെ നടക്കണമെങ്കിൽ ഈവൻ എല്ലാ സെല്ലിലും ഓക്സിജൻ എത്തിയാലാണ് സെല്ലിന്റെ പ്രവർത്തനങ്ങൾ നടക്കുക. അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വന്നാലാണ് സെല്ല് ഹെൽത്തി ആയിട്ട് നിൽക്കുക. അതിന് എക്സസൈസ് ആവശ്യമാണ്, റിലാക്സേഷൻ, നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷൻ ഏറ്റവും നന്നായി നടക്കുന്നതിന്. അപ്പൊ ഈ കാര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, നമുക്ക് ഡോപ്പമൈൻ ഉണ്ടാവുന്നതിന് ഏറ്റവും നന്നായിട്ട് നല്ല റിലേഷൻഷിപ്പുകളാണ്. റിലേഷൻഷിപ്പുകൾ എന്ത് ചോദിച്ചാൽ മിറർ ന്യൂറോൺസ്. ഇപ്പോ ഈ കോഴ്സിലുള്ള ആളുകൾ ആരെങ്കിലും പരസ്പരം കാണുകയാണെങ്കിൽ നമുക്ക് എന്തൊരു സന്തോഷമാണ്. ആ കാണുന്ന സമയത്ത് തന്നെ നമ്മുടെ മുഖത്ത് വിരിയുന്ന ഒരു പുഞ്ചിരി ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു സംഗതി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല്, ഒരു സോഷ്യൽ ന്യൂറോ സയൻസ് എന്നാണ് അതിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ ബിഹേവിയറുകൾ നമ്മളുടെ ന്യൂറോണിനെ ശക്തിപ്പെടുത്തും. മിറർ ന്യൂറോൺസ് നമ്മളിൽ ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സന്തോഷമുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാതെ എന്ത് ചെയ്യും, ആ സന്തോഷം നമ്മളിലേക്ക് വരുന്നത് മിറർ ന്യൂറോൺസിന്റെ ഫങ്ഷൻ കൊണ്ടാണ്. മിറർ ന്യൂറോൺസിന്റെ ഫങ്ഷൻ പറയാൻ ഏറ്റവും നല്ലത്, നിങ്ങൾ മൂവി കാണുമ്പോൾ നമുക്കറിയാം നമ്മൾ കാണുന്ന മൂവിയിൽ അഭിനയിക്കുകയാണ് എന്നുള്ളത്. എന്നാലും നമ്മുടെ കഥാപാത്രത്തിന് സങ്കടം വരുന്ന സമയത്ത് നമുക്ക് സങ്കടം വരുന്നത് മിറർ ന്യൂറോൺസ് ആക്റ്റീവ് ആവുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത്, ഹാപ്പിനെസ് ഉള്ള ആളുകളുമായിട്ട് നമ്മൾ റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. അങ്ങനെ വരുന്ന സമയത്ത് ഹാപ്പിനെസിന്റെ മിറർ ന്യൂറോൺസ് മറ്റേ ആളിൽ നിന്ന് നമ്മളിലേക്ക് കിട്ടും. നമുക്ക് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, പ്രശ്നങ്ങളുള്ള, ബുദ്ധിമുട്ടുകളുള്ള, സങ്കടങ്ങൾ പറയുന്ന അല്ലെങ്കിൽ പരാതികൾ പറയുന്ന ആളുകളിൽ നിന്ന് നമ്മൾ പരമാവധി ഓടി ഒളിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം, നമ്മളിലും അത്തരത്തിൽപ്പെട്ട മിറർ ന്യൂറോണുകൾ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അതിലുള്ള കൗൺസിലേഴ്സ് എന്നോട് ചോദിക്കും, നമ്മളിത് മാത്രമല്ലേ കേൾക്കൽ? സത്യമാണ്. പക്ഷെ നമ്മള് അത് കഴിഞ്ഞിട്ട് ഒന്നുകിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ഉള്ള ആളുകളുമായിട്ട് മീറ്റ് ചെയ്യുന്നത് ഹാപ്പിനെസിന്റെ മിറർ ന്യൂറോൺസ് നമ്മളിൽ റിഫ്ലക്ട് ചെയ്യുന്നതിന് സഹായിക്കും. ഇപ്പൊ മിറർ ന്യൂറോൺസ് നമ്മളിൽ വർക്ക് ചെയ്യുന്നത്, വെനെവർ വി മീറ്റ് എ ന്യൂ പേഴ്സൺ, ന്യൂമറസ് ന്യൂറോൺസ് ആർ ആക്ടിവേറ്റഡ്. പുതിയ ഒരാളെ കാണുന്ന സമയത്ത് പോലും നമ്മളിൽ ഒരുപാട് ന്യൂറോണുകൾ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ന്യൂറൽ പാത്ത് വേസ് ഉണ്ടാവുന്നു. അതുകൊണ്ട് ഹാപ്പിനെസ് ഉള്ള, ഇഷ്ടമുള്ള ആളുകളെ കാണുക എന്ന് പറയുന്നത് അല്ലെ. മിറർ ന്യൂറോൺസും ഡോപ്പമൈനും എന്ന് പറയുന്നതിന് നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഒരു ന്യൂറോ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത്, അതാണല്ലോ മാർക്കറ്റിംഗ്, ആ സമയത്ത് ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് മിറർ ന്യൂറോൺസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ന്യൂറോ മാർക്കറ്റിംഗ്. അതുകൊണ്ട് നല്ല ഹാപ്പിനെസ് ഉള്ള, അല്ലെങ്കിൽ പൊതുവെ കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള, പ്രൊഡക്റ്റീവായിട്ടുള്ള, കമ്മിറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ലക്ഷ്യമൊക്കെ ഉള്ള ആളുകളെ കാണുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ന്യൂറോൺസ് നമ്മളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പൊ നമ്മളിൽ ഡോപ്പമൈൻ ഉണ്ടാവും, അഥവാ ഒരു ന്യൂറോ മാർക്കറ്റിംഗ് നമുക്ക് സാധ്യമാണ്. ഈ ന്യൂറോ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാലോ അല്ലെ, നമുക്ക് പരിചയമുള്ള ഒരു സംഗതി ഉണ്ട് അല്ലെ. ഒരു ക്ലാസ് എടുത്തുകൊണ്ട് ഒരാൾ ആവിയിട്ടാൽ നമുക്കും ആവിയിടാൻ തോന്നും, അല്ലെങ്കിൽ ഒരാളൊന്ന് ചുമച്ചാൽ നമുക്കും ചുമ വരും. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ, കാരണം ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്ന ആളുകളുടെ സ്വഭാവങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നതിന്റെ കാരണം മിറർ ന്യൂറോൺസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ആരുമായിട്ട് കണക്റ്റ് ആവുന്നു, എത്തരം ആളുകളുമായിട്ട് കണക്റ്റ് ആവുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹീലിംഗിലും നമ്മുടെ ഹീലിംഗ് ഇനീഷ്യേറ്റീവിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതിന് ഡോപ്പമൈൻ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അവിടെ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആരുമായിട്ട് എത്തരത്തിൽപ്പെട്ട ആളുകളുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കണക്ഷനെയാണ് നമ്മൾ ന്യൂറോ മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അതിനെയാണ് ന്യൂറോ സയൻസ് എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ കൂടുതൽ
അപ്പോൾ നമ്മൾ ഉത്തരവാദിത്ത ബോധമുള്ള ആളുകളുമായിട്ടാണ് നമ്മൾ കൂട്ടുകൂടുന്നതെങ്കിൽ നമ്മളിലും ഉത്തരവാദിത്ത ബോധം. ഇങ്ങനെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞൊരു വാക്ക് ഓട്ടോ റീസെറ്റിന്, നമ്മൾ ആരുമായിട്ട് കൂട്ടുകൂടുന്നുള്ള ഓട്ടോ റീസെറ്റിന് നമ്മളെ സഹായിക്കുന്നു പറഞ്ഞതാണ്. സോ ഇറ്റ് ക്യാൻ ഓവർകം ദ റാഷണൽ തോട്ട് ആൻഡ് ലീഡ് എ പേഴ്സൺ ടു ഡു സംതിങ്. ചിലപ്പോൾ നമ്മൾ മോഹൻജി സോറി, ഒരു ഒരു ചെറിയ കറക്ഷൻ ഇവിടെ വരുത്താവോ? ന്യൂമറസ് എന്നുള്ളതിന് NUMEROUS എന്ന് വേണമായിരുന്നു. ഏതായിരുന്നു അത്? ഇപ്പൊ തൊട്ട് മുമ്പിൽ കാണിച്ചതില് ന്യൂമറസ് ന്യൂറോൺസ് ആർ ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞു. ഇവിടെ അല്ലേ? ഞാൻ കറക്റ്റ് ചെയ്തോളാം. NUMEROUS. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാനത് കറക്റ്റ് ചെയ്തു. ഓക്കെ, ഇപ്പൊ തന്നെ കറക്റ്റ് ചെയ്യാം. അതുകൊണ്ടാണ് നിങ്ങൾ മുമ്പ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പൊ പറഞ്ഞത്. അതെ നമ്മള് ചിലപ്പോ പിന്നെ അത് വിട്ടുപോകും. സ്പെല്ലിംഗ് എറർ പിന്നെ നമ്മുടെ കൂടപ്പുറപ്പാണല്ലോ. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമ്മൾ ആരുമായിട്ട് ബന്ധപ്പെടുന്നു എന്നുള്ളത്. താങ്ക് യു സോ മച്ച്. ഇറ്റ് ക്യാൻ ഓവർകം ദ റാഷണൽ തോട്ട് ആൻഡ് ലീഡ് എ പേഴ്സൺ ടു ഡു സംതിങ്. നമ്മൾ ആലോചിച്ച് നോക്ക്, നമുക്ക് ഇഷ്ടപ്പെട്ട ചില ആളുകളുടെ കൂടെ ആവും നമ്മൾ റാഷണൽ തോട്ട് പോലും മാറ്റി വെച്ചിട്ട് പെരുമാറാറില്ല എന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ഫുഡാണെങ്കിൽ പോലും നമ്മുടെ നല്ല ഒരു ബന്ധമുള്ള ആളുടെ കൂടെ ഒരല്പം നമ്മൾ കഴിക്കും. ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും മധുരം കഴിക്കരുത്, അതാക്കരുത്, ഇതാക്കരുത്. എന്നാൽ പോലും നമ്മൾ അവരോട് പറയും നിങ്ങളുടെ കൂടെ ആവുമ്പോൾ കുറച്ച് ഞാൻ കഴിച്ചല്ലേ പറ്റൂ. നമ്മളുടെ റാഷണൽ തോട്ടിനൊക്കെ മറികടക്കാൻ നല്ല റിലേഷൻഷിപ്പുകൾ, കാരണം മനുഷ്യൻ എപ്പോഴും ഒരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട് നമുക്ക് അത്തരത്തിൽപ്പെട്ട, അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളിപ്പോ എ യങ് ഗേൾ ഇൻ എ ഷോപ്പ്, നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പെൺകുട്ടി ഒരു ഷോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ അവള് ഒരു സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉള്ള ഒരു ഷോപ്പിലാണ് എത്തിപ്പെട്ടതെങ്കിൽ ഒരു സംശയമില്ല അവിടുന്ന് കുറേ സാധനങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ വാങ്ങാൻ ഉദ്ദേശിക്കാത്തത് പോലും വാങ്ങുന്നത്. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകള് അതിനെ അവരോട് സംസാരിക്കുന്ന, അവിടുത്തെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് അവിടുന്ന് സംസാരിക്കുന്ന ഒരു രീതിയാണ്. അല്ലെങ്കിൽ ഒരു ഷോപ്പ് പോയാൽ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, നമ്മൾ പല സ്ഥലത്തുനിന്നും നമ്മൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന്റെ കാരണം മിറർ ന്യൂറോൺസ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. ആളുകൾ നന്നായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ അതിൽ അട്രാക്റ്റഡ് ആയി പോകുന്നതിന്റെ കാരണം. അതുകൊണ്ട് നമ്മൾ ആരുമായിട്ട് ബന്ധപ്പെടുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത്ര തന്നെ പ്രധാനപ്പെട്ടതാണ് യു ആർ ഷേപ്ഡ് ബൈ വാട്ട് യു തിങ്ക് പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി എന്നുള്ള കാര്യം. നമ്മൾ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന, അത് പോസിറ്റീവ് ആണെങ്കിലും ശരി നെഗറ്റീവ് ആണെങ്കിലും ശരി, നമ്മൾ അതായി മാറും എന്നുള്ളത് കൂടി ഹീലിംഗ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഹീലിംഗ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് ഇതുവരെ പറഞ്ഞത്, ഒന്ന്, ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒന്നിലധികം ന്യൂറോണുകളുടെ ഫയറിങ് നടക്കുക വഴി നമുക്ക് ശക്തമായ ഒന്നിലധികം സ്ഥലത്ത് കാര്യങ്ങൾ സേവ് ചെയ്യാൻ പറ്റുമെന്നും അത് ആവശ്യമുള്ളപ്പോൾ എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒരു കാര്യം പറഞ്ഞത്. പിന്നെ കൃത്യമായി ഉറങ്ങിക്കൊണ്ട്, നമ്മുടെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നമ്മൾ എക്സസൈസുകൾ ചെയ്തുകൊണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് റെഗുലറായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതും നമ്മൾ കണ്ടു കഴിഞ്ഞു. കാരണം അങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ അവർ ബ്രെയിൻ ഹാസ് ബൗണ്ട്ലെസ് കപ്പാസിറ്റി ടു റീഷേപ്പിംഗ് ഇറ്റ് സെൽഫ്. ഇവിടെ ഒരു എഫോർട്ട് വയ്ക്കും. റീഷേപ്പിംഗ് ഇറ്റ് സെൽഫ്, നമുക്ക് ബ്രെയിനെ തന്നെ റീഷേപ്പ് ചെയ്യാൻ അതിന് തനിയെ സാധ്യമാണ് എന്നുള്ളതാണ്. ബ്രെയിന് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്താൽ മതി. കാരണം ബ്രെയിനിന്റെ പ്രത്യേകത അതിനെ അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഏത് പുതിയ കാര്യങ്ങളോട് വേണമെങ്കിലും നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ക്ലാസ്സിൽ വിദേശത്തുള്ള ഒത്തിരി ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പൊ വിദേശത്ത് നല്ല തണുപ്പാണ്. ഫസ്റ്റില് നമ്മൾ വിദേശത്ത് പോയിട്ട് ആ തണുപ്പ് അനുഭവപ്പെട്ട കാര്യം ഒന്ന് ആലോചിച്ചു നോക്കും. എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ അന്ന് എന്നുള്ളത് ആലോചിച്ചു നോക്കും. പക്ഷെ ഇന്ന്
നമുക്കത് അത്ര പ്രയാസാവുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്കതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ നോക്കുക. ഇത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകതയാണ്, ഏത് പുതിയ സാഹചര്യവുമായിട്ട്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചു കാലം പുതിയൊരു സ്വഭാവം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ അതുമായിട്ട് അഡാപ്റ്റഡ് ആവും. അതിനെയാണ് നമ്മൾ ഹാബിറ്റ് എന്ന് വിളിക്കുന്നത്. മറ്റൊന്നാണ് എക്സ്പാൻഡിങ് പവർ. ബ്രെയിനിന്റെ പവർ നമുക്ക് എത്ര വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അൺലിമിറ്റഡ് GB ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെയാണ് അക്യുമുലേറ്റിംഗ് നോളജ്. നമുക്ക് എത്ര അറിവ് വേണമെങ്കിലും പിന്നെ സമ്പാദിക്കാൻ പറ്റും. പരിധിയില്ലാത്തത്ര അറിവുകൾ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവുകളുണ്ട്. അതേപോലെ തന്നെയാണ് റെക്കോർഡിംഗ് എക്സ്പീരിയൻസ്. നമുക്ക് അനുഭവങ്ങൾ എത്ര വേണമെങ്കിലും റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കൂ, പോസിറ്റീവായ പുതിയ ശീലങ്ങൾ നമുക്ക് ഉണ്ടാക്കാം, നമ്മുടെ ബ്രെയിനിന്റെ പവർ കൂട്ടാം, അതുപോലെ തന്നെ നോളേജ് നമുക്ക് വർദ്ധിപ്പിക്കാം. പുതിയ അനുഭവങ്ങൾ കൊടുത്തുകൊണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അനുഭവങ്ങൾ വളരെ വേഗത്തിൽ ബ്രെയിനിൽ റെക്കോർഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ പറയാറില്ലേ, വയസ്സായി അതാണ്. പക്ഷെ നമ്മള് ഇന്റഗ്രൽ ഓപ്റ്റിമിസം പറയുന്നത് ഏജിങ് ബ്രെയിൻ ഈസ് നോട്ട് എ ഡിക്ലൈനിങ് ബ്രെയിൻ എന്നുള്ളതാണ്. ഏജിങ് ബ്രെയിൻ എന്ന് പറയുന്നത് തകർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പിന്നെ കഴിവുകൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രെയിൻ ആയിട്ടല്ല പറയുന്നത്, പകരം ലേണിംഗ് ബ്രെയിൻ ആയിട്ടാണ്. നമുക്ക് ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ലേണിങ്സ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് എക്സ്പീരിയൻസ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വയസ്സാവുക എന്നുള്ളതൊരു മോശം സംഗതിയല്ല ആധുനിക കാലഘട്ടത്തില്. അതുകൊണ്ടാണ് UN യുവത്വം 65 വയസ്സ് വരെ, പിന്നെ 60 വയസ്സ് വരെയും 65 വയസ്സ് വരെയും ഒക്കെ ഇപ്പൊ റീഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വയസ്സാവുന്ന ബ്രെയിനിന് ഒരുപാട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ രാജ്യം ഭരിക്കുന്ന മിക്ക രാജ്യങ്ങളുടെയും നേതാക്കന്മാരെ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എബോവ് 65 ആണ്. നമ്മുടെ മോദി ആണെങ്കിലും ശരി, നമ്മുടെ ട്രംപ് ആണെങ്കിലും ശരി, നമ്മുടെ ലോകം ഭരിക്കുന്ന ആളുകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ ഇവരുടെ ഒക്കെ ബ്രെയിൻ ഡിക്ലൈനിങ് അല്ല, അവള് ലേണിംഗ് ബ്രെയിനാണ്. പക്ഷെ അത് നമ്മൾ എങ്ങനെ ലേൺ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്ന് മാത്രം. അതുകൊണ്ട് നെർച്ചർ യുവർ ഹാബിറ്റ്സ്. നമ്മൾ പുതിയ പുതിയ ശീലങ്ങൾ, പോസിറ്റീവ് ശീലങ്ങൾ നമ്മൾ നെർച്ചർ ചെയ്തുകൊണ്ടിരിക്കണം. നെർച്ചർ യുവർ ഹാബിറ്റ്സ്. പുതിയ ശീലങ്ങൾ നമ്മൾ നെർച്ചർ ചെയ്യണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ബ്രെയിനിനെ നമ്മൾ ട്രെയിൻ ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ബ്രെയിനിന്റെ പിന്നെ ട്രെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ ഇനി നമ്മളൊരു ബ്യൂട്ടിഫുൾ ടെക്നിക്കിലേക്കാണ് പോണത്. നമുക്കിങ്ങനെ എല്ലാ ദിവസവും ഒരുപാട് കഷ്ടപ്പെട്ട് ബ്രെയിൻ ട്രെയിൻ ചെയ്യുന്നതിന് പകരം നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സെൽഫ് ഹിപ്നോസിസ് എന്ന് വിളിക്കുന്നത്. നമ്മളൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ എവറി ഡേ ഒരു 20 മിനിറ്റ് മാറ്റി വെക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഡോപ്പമൈൻ, ആവശ്യമുള്ള ന്യൂറോപാത്ത് ഒരു ടെക്നിക്ക് വഴിയും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിന് ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിൽ പറയുന്ന, ഇന്റഗ്രൽ ഓപ്റ്റിമിസം നമ്മൾ പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് ഓർമ്മണ്ടല്ലോ, NLP എന്ന് കുറെ കടെടുത്തിട്ടുണ്ട്, ഹിപ്നോസിസ് എന്ന് കുറെ കടെടുത്തിട്ടുണ്ട്, ന്യൂറോ സയൻസ് എന്ന് കുറെ കടെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ തരത്തിൽപ്പെട്ട പോസിറ്റീവ് സൈക്കോളജി ശാഖകളിൽ നിന്നും പലതും കടമെടുത്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഇന്റഗ്രൽ ഓപ്റ്റിമിസം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ ടെക്നിക്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ശാഖയിൽ നിന്നുള്ളതല്ല, പല ശാഖയിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചത്. ഇപ്പൊ നമ്മൾ CBT ഉപയോഗിച്ചു, അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ഈ പല ടെക്നിക്കുകളിൽ നിന്ന് NLP എന്നുള്ള ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഉപയോഗിച്ചു. ഇങ്ങനെ 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 ഒരുപാട് ഒരുപാട് മൈൻഡ്ഫുൾനെസ് എടുത്തു, ഇങ്ങനെ പലതും എടുത്ത ടെക്നിക്കുകൾ. അപ്പൊ ഇന്ന് നമ്മൾ പരിശീലിക്കാൻ പോകുന്ന ഒരു ടെക്നിക്ക് നമുക്ക് സെൽഫ് ഹിപ്നോസിസിന്റെയാണ്. അതിന്റെ ടെക്നിക്ക് പറഞ്ഞു തരികയും ഒരു മോഡൽ ഓഡിയോ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്യും. അപ്പൊ ആ മോഡൽ ഓഡിയോ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായ വോയിസിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്തിട്ടാണ് സെൽഫ് ഹിപ്നോസിസ് ചെയ്യേണ്ടത്. അതെങ്ങനെ ചെയ്യണം, അതിന്റെ രീതികൾ എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് സെൽഫ് ഹിപ്നോസിസിന്റെ പിന്നെ. അപ്പോൾ ഇന്ന് ഞാൻ അതേപോലെ ചെറുതായിട്ടൊരു സംഗതി സെറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ.
ഇന്ന് രാവിലെ റെക്കോർഡ് ചെയ്തതാണ്. ഇന്നലെ ഞാൻ സെറ്റ് ചെയ്തു ഇന്ന് രാവിലെ റെക്കോർഡ് ചെയ്യുന്നുള്ളത്. ഇന്ന് രാവിലെ അത് റെക്കോർഡ് ചെയ്തു. അപ്പൊ നമ്മൾ ഇതേപോലെ ചെറിയ ടാസ്കുകൾ സെറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാനത് ഇപ്പം ഇന്ന് ഇത് എടുക്കാനുണ്ടായപ്പോൾ അത് സെറ്റ് ചെയ്തു. ഇന്ന് രാവിലെ ഇരുന്ന് അത് റെക്കോർഡ് ചെയ്തു. റൈറ്റ്. അപ്പൊ നമ്മള് ആ നമ്മൾ വേറൊരാൾക്ക് ചെയ്തു കൊടുക്കുവാണെങ്കിൽ അത് വേറൊരാൾക്ക് ചെയ്തു കൊടുക്കുന്നത് നമ്മൾ സെൽഫ് ഹിപ്നോസിസ് അല്ല. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സാധാ ഹിപ്നോസിസിന്റെ അല്ലെങ്കിൽ മറ്റേ ഹെട്രോ ഹിപ്നോസിസ് ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുക വേറൊരാൾക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ. ഇത് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ്. നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ നമ്മളോട് പറയുന്നത് പോലെ റെക്കോർഡ് ചെയ്ത് ആ റെക്കോർഡ് കേട്ടുകൊണ്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ അതിന്റെ സ്റ്റെപ്പുകളാണ് നമ്മൾ പറയുന്നത്. പ്ലസ് അതിന്റെ ബെനിഫിറ്റ്സും ഇവിടെ പറയും. അതോടൊപ്പം ചെയ്തതിന്റെ ഓഡിയോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയും ചെയ്യും. ഇപ്പൊ സെൽഫ് ഹിപ്നോസിസിന് നമുക്ക് 2 ഘട്ടങ്ങൾ. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇൻഡക്ഷൻ ആണ്. ഏത് ഹിപ്നോസിസിനെ പോലെ അത് ബ്രീത്തിങ് എടുത്തുകൊണ്ടോ അതല്ലെങ്കിൽ കൗണ്ട് ഡൗൺ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടോ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ഇൻഡക്ഷനിലേക്ക് പോകും. ഇൻഡക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സജഷനാണ്. നമുക്ക് ആവശ്യമുള്ള സജഷൻ നമ്മൾ കേൾക്കും. ഇവിടെ ആവുമ്പോൾ നമ്മൾ കേൾക്കുകയാണ് ചെയ്യുന്നത്. കാരണം സെൽഫ് ഹിപ്നോസിസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ 2 ഘട്ടങ്ങൾ. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാം. നമ്മള് ഡേ ഇൻഡക്ഷനും നിങ്ങൾ പകലാണ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു രീതിയുണ്ട്. രാത്രിയാണ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു രീതിയുണ്ട്. പകലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 30 മിനിറ്റ് നമ്മൾ യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ മറ്റാരും ശല്യം ചെയ്യാത്ത വേറെ ശബ്ദങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാത്ത ഒരു 30 മിനിറ്റ് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടെത്തണം. അഥവാ നമുക്ക് അതിന് പറ്റിയ സമയമായിരിക്കണം, അതിന് പറ്റിയ സ്ഥലമായിരിക്കണം. ആ ഒരു 30 മിനിറ്റ് മറ്റൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഉണ്ടാവരുത്. മൊബൈൽ ഫോണ് അല്ലെങ്കിൽ വേറെ കുട്ടികൾ ഇങ്ങനെയുള്ള ആളുകൾ നമ്മളെ വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്ന അവസരം ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഒരു 30 മിനിറ്റ് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റണം നമുക്ക് പകലാണ്. പിന്നെ വേണ്ടത് ഒരു കംഫർട്ടബിൾ പൊസിഷനാണ്. ഒന്നുകിൽ നമ്മൾ നല്ല ചാരു കസാരയിൽ ചാരി ഇരിക്കണം. നല്ല കോച്ച് നമ്മൾ എന്താണ് സെമി സ്ലീപ്പർ കോച്ച് പോലുള്ള ഇതിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റണം. അല്ലെങ്കിൽ നമുക്ക് കിടക്കാൻ പറ്റണം. സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റണം. അതല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് നമുക്ക് നിവർന്ന് ഇരിക്കാൻ പറ്റണം. ചാരി ഇരിക്കാൻ പറ്റുന്ന ഒരു കംഫർട്ടബിൾ പൊസിഷൻ നമ്മൾ തീരുമാനിക്കണം. അത് കഴിഞ്ഞാൽ അതുപോലെ കംഫർട്ടബിൾ ക്ലോത്ത് ആയിരിക്കണം. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വളരെ ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത് അല്ലാതെ നോക്കണം. അതുപോലെ ഹിപ്നോസിസ് ഗോൾ. എന്തിനാണ് ഈ സെൽഫ് ഹിപ്നോസിസ് എന്നുള്ളത് സെറ്റ് ചെയ്യണം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്ന ഓഡിയോ സ്ട്രെസ് മാനേജ് ചെയ്യുക എന്നുള്ളൊരു ഗോള് വെച്ചുകൊണ്ടാണ്. നമുക്ക് ലൈഫിൽ ഉണ്ടാവുന്ന ഡെയിലി സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ള ഗോളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മെമ്മറി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാവാം, ഫിസിക്കൽ ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയാവാം, അതല്ലെങ്കിൽ ഇമോഷണൽ ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയാവാം, അല്ലെങ്കിൽ ഹാപ്പിനെസ് വർദ്ധിപ്പിക്കാനാവാം. ഏത് ഗോള് വേണമെങ്കിലും നമുക്ക് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം ഹിപ്നോസിസ് ഗോള്. പിന്നെ ഫോക്കസ് യുവർ ഐസ് അപ്പ്. നമ്മൾ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു സംഗതിയിലേക്ക് നമ്മൾ കണ്ണെന്ത് ചെയ്യും, ഫോക്കസ് ചെയ്യും. ഇപ്പോൾ ഒരു ലൈറ്റിലേക്കോ അതല്ലെങ്കിൽ ചുമരിലുള്ള ഒരു അടയാളത്തിലേക്കോ, പകല് ചെയ്യുന്ന സമയത്ത് ചുമരിലുള്ള ഒരു അടയാളത്തിലേക്കോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ അതിങ്ങനെയാണ് വേണ്ടത്. നമ്മുടെ കണ്ണ് കുറച്ച് മേലോട്ട് നോക്കാൻ പറ്റുന്നു. അപ്പൊ എനിക്കാണെങ്കിൽ ആ ലൈറ്റിലേക്ക് നോക്കാം, അല്ലെങ്കിൽ ഫാനിലേക്ക് നോക്കാം. എൻ്റെ തല ഉയർത്താതെ എൻ്റെ കണ്ണ് അതിലേക്ക് നോക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ
കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കണ്ണ് കടയണം. കണ്ണിന് അടക്കാനുള്ള ടെൻഡൻസി വരണം. അതിന് ബോധപൂർവം നമ്മൾ കുറച്ച് ഹൈറ്റിലേക്ക്, ലൈറ്റിലേക്കോ ചുമരിലുള്ള ഏതെങ്കിലും അടയാളത്തിലേക്കോ അല്ലെങ്കിൽ ഒരു അടയാളം സെറ്റ് ചെയ്തിട്ട് അതിലേക്കോ ഫാനിലേക്കോ നിങ്ങൾക്ക് നോക്കാം. ചില ആളുകൾക്ക് ചിലപ്പോൾ ലൈറ്റിലേക്ക് നോക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റെന്തിലേക്കെങ്കിലും നോക്കാം. അങ്ങനെ നമ്മൾ കണ്ണ് ഒരല്പം മുകളിലേക്ക് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ടെൽ റിലാക്സ് വിത്ത് എവരി ബ്രീത്ത്. നമ്മൾ നമ്മളോട് തന്നെ പറയും, ഓരോ തവണ ശ്വാസം എടുക്കുമ്പോഴും നിങ്ങളുടെ മനസ്സും ശരീരവും ശാന്തമായി വരുന്നു. നിങ്ങൾ റിലാക്സ് ചെയ്യുന്നതിനനുസരിച്ച് കൺപോളകളുടെ ഭാരം കൂടി വരികയും കണ്ണുകൾ സാവകാശം അടയാൻ തുടങ്ങുകയും ചെയ്യും. ഇങ്ങനെ കണ്ണുകൾക്ക് സജഷൻ കൊടുക്കണം, നമ്മൾ റിലാക്സ് ആവാനുള്ള സജഷൻ കൊടുക്കണം. ആ പ്രത്യേക പോയിന്റിലേക്ക് നോക്കി. നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് രാത്രി ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഈ കണ്ണ് ഉയർത്തുന്നത് അവിടെ ഉണ്ടാവില്ല. നിങ്ങൾ പകല് ചെയ്യാനാണെങ്കിൽ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട്. ഇങ്ങനെ ഈ സജഷൻ നമ്മൾ റെക്കോർഡ് ചെയ്തത് കേൾക്കുകയാണല്ലോ ചെയ്യുക. ഈ സജഷൻ അനുസരിച്ച് നമ്മൾ ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് അതുപോലെ 10 മുതൽ 1 വരെ എണ്ണുന്നതിനനുസരിച്ച് റിലാക്സേഷന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് അങ്ങനെ റിലാക്സ്ഡ് ആവും. അപ്പൊ ഒരു ഡേ ഇൻഡക്ഷന്റെ ഒരു സിമ്പിൾ ഫോർമാറ്റ് ഇതാണ്. 30 മിനിറ്റ് സമയം നമുക്ക് കാണണം. അത് 20 മിനിറ്റ് മതിയെങ്കിൽ 20 മിനിറ്റ് മതി. കംഫർട്ടബിൾ പൊസിഷൻ. കുറച്ച് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് വേഗത്തിൽ പറ്റും. തുടക്കത്തിലായിരിക്കും 30 മിനിറ്റ്. നല്ല കംഫർട്ടബിൾ ഹിപ്നോസിസ് ഗോള്. കണ്ണ് ഏതെങ്കിലും വസ്തുവിൽ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഓരോ ബ്രീത്തിനോടൊപ്പം എൻ്റെ സജഷൻസ് എങ്ങനെയെന്നുള്ളത് നിങ്ങൾക്ക് ഓഡിയോയിൽ തരാം. അതുപോലെ ശ്വാസം എടുത്തുകൊണ്ടിരിക്കണം. തരുന്നതിൽ നമ്മൾ ഈ കണ്ണ് ഉയർത്തിയുള്ളത് ചെയ്യുന്നില്ല, കാരണം രാത്രി ചെയ്യുന്നതിൻ്റെ ഒരു മോഡലാണ് ഞാൻ അയക്കുന്നത്. ഞാൻ നൈറ്റ് ഇൻഡക്ഷൻ. ഇത് രാത്രിയാണെങ്കിൽ ജസ്റ്റ് ബിഫോർ സ്ലീപ്പ്, ഉറങ്ങാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് നമ്മൾ ചെയ്യേണ്ടത്. രാത്രിയാണ് ചെയ്യുന്നത്. കംഫർട്ടബിൾ പൊസിഷൻ. നിങ്ങൾ കിടക്കുന്ന നല്ല സ്വസ്ഥായിട്ട് കിടക്കുക. രാത്രി നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രം കംഫർട്ടബിൾ ആയിരിക്കുക. അതാവുക. ഇവിടെയും ഹിപ്നോസിസ് ഗോള് വേണം, നമ്മളെ ലക്ഷ്യം വേണം കൃത്യമായിട്ട്. ഫോക്കസ് യുവർ ഐസ് അപ്പ്. വേണമെങ്കിൽ നമുക്ക് ലൈറ്റ് 0 ബൾബൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഐസ് അപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാം. കാരണം ചിലപ്പോൾ നമ്മൾ ഇരുട്ടത്ത് കിടന്നുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ കണ്ണുകൾ സാവകാശം നേരിട്ട് അടച്ചാൽ മതി. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് 10 മുതൽ 1 വരെ എണ്ണിയിട്ട് നമ്മൾ റിലാക്സ് ചെയ്യുന്ന രീതിയാണ്. നൈറ്റിലാവുമ്പോൾ ഒറ്റ വ്യത്യാസമുള്ളൂ, ഉറക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ചെയ്യുക. പിന്നെ ഐസ് നമ്മൾ മിക്കവാറും നമ്മൾ ഇരുട്ടത്താവുമ്പോൾ അത് വേണ്ട. 0 ബൾബൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെയും അത് ഉപയോഗിക്കാം എന്ന് മാത്രം. ഇതാണ് നൈറ്റും തമ്മിലും ആകൊറ്റ വ്യത്യാസമുള്ളൂ, ഉറക്കത്തിന്റെ തൊട്ട് മുമ്പ് ചെയ്യുക എന്നുള്ളത്. ഇനി സജഷൻ എങ്ങനെ കൊടുക്കണം? സാൻഡ്വിച്ച് സജഷൻ എന്നാണ്. സാൻഡ്വിച്ച് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പോസിറ്റീവും പറഞ്ഞ് പിന്നെ വേണ്ട കാര്യം കൊടുത്ത് അവസാനം ഒരു പോസിറ്റീവിൽ അവസാനിപ്പിക്കുന്നതാണ് സാൻഡ്വിച്ച് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാവണം പറയേണ്ടത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മള് ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഭാവിയിലോ പിന്നെ ഭൂതത്തിലോ ആയിപ്പോർക്കത് നമ്മുടെ സജഷൻ. പ്രസന്റിൽ ഇപ്പം നടക്കുന്നത് പോലെ ആയിരിക്കും. നിങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ പിന്നെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടില്ല, ഈസ്, ആം, ആറ്, ഐ ആം റൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അത് പറയാൻ പാടുന്നു. പിന്നെ നോ, നോട്ട്, ഡോണ്ട് തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കരുത്. നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ദെൻ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ യൂസ് ഐ, മീ, മൈസെൽഫ്. ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ വോയിസ് ആയതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചത് നിങ്ങൾ എന്നുള്ള അർത്ഥത്തിലായിരിക്കും. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് 2 രീതിയിലും ചെയ്യട്ടോ. നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന സമയത്ത് യു എന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ ഐ, മീ, മൈസെൽഫ് തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കാം. ലിങ്ക് യുവർ വിഷൻ. പറ്റുമെങ്കിൽ നമുക്ക് വിഷ്വലൈസ് കൂടി ചെയ്യുകയാണെങ്കിൽ
നമുക്ക് വേണ്ട കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് കൂടിയാണ് സെൽഫ് ഹിപ്നോസിസ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ഇഫക്റ്റീവാണ്. ദെൻ യൂസ് ഇഫക്റ്റീവ് വേർഡ്സ്. നമുക്ക് നല്ല വാക്കുകൾ, അല്ലെ, നമുക്ക് ഏറ്റവും മനസ്സിൽ തട്ടുന്ന വാക്കുകൾ ഉപയോഗിക്കുക. ഓരോരുത്തർക്കും ഏറ്റവും നന്നായിട്ട് ഇഷ്ടമുള്ള വാക്കുകൾ ഉപയോഗിക്കുക. അതുപോലെ റെക്കോർഡ് സജഷൻ. ഈ സജഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് നമുക്ക് നല്ലത്. കാരണം നമ്മൾ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ സജഷൻ പറഞ്ഞ് നമ്മൾ ഉറങ്ങിപ്പോകും, അല്ലെങ്കിൽ വേണ്ടത്ര സജഷൻ നമുക്ക് ആ ഫ്ലോയില് പറയാൻ, നമ്മളോട് തന്നെയാണല്ലോ നമ്മൾ പറയേണ്ടത്, പറയാൻ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ നിങ്ങളുടെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. ഒരു റിപ്പീറ്റ് 10-15 തവണയൊക്കെ നമുക്ക് വേണ്ട സജഷൻസ് റിപ്പീറ്റ് ചെയ്യുന്നത് നല്ലതാണ്. എത്ര തവണ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും അത്ര തവണ റിപ്പീറ്റ് ചെയ്യുക. കാരണം റിപ്പീറ്റ് ചെയ്യുമ്പോൾ ന്യൂറോ പാത്തുകൾ രൂപപ്പെടും. നമ്മൾ മ്യൂസിക് കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഈ മ്യൂസിക് വെച്ച് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എളുപ്പവഴി 2 ഫോൺ ഉപയോഗിച്ചാൽ മതി കേട്ടോ. നിങ്ങളുടെ വോയിസിൽ തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ 2 ഫോൺ ഉപയോഗിച്ചാൽ മതി. ഒരു ഫോണിൽ റിലാക്സിങ് മ്യൂസിക് എന്ന് പറയുന്ന വീഡിയോ എടുക്കുക. ആ മ്യൂസിക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ ചെയ്യുക. മറ്റേ ഫോണിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പൊ 2ഉം റെക്കോർഡാവും. നമ്മൾ പറയുമ്പോൾ മ്യൂസിക് കുറച്ച് അകലേക്ക് പിടിക്കുകയും പറയാത്ത സമയത്ത് മ്യൂസിക് കുറച്ച് അടുപ്പിച്ച് പിടിക്കുകയും ചെയ്താൽ നമുക്ക് ആ മ്യൂസിക്കിന്റെ താളം സുഖമായിട്ട് കിട്ടുകയും ചെയ്യും. ഒപ്പം ഒരു മ്യൂസിക്കിന്റെ ബാക്ക്ഗ്രൗണ്ടോട് കൂടി നമുക്ക് സജഷൻസ് കൊടുക്കാനും പറ്റും. നിങ്ങളൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കിയാൽ മതി. 2 ഫോണ് വേണമെന്നുള്ളൂ. അപ്പൊ നമുക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയം നമ്മൾ അല്ലാതെ റെക്കോർഡ് ചെയ്യാം. നമുക്ക് ആപ്പുകളൊക്കെ ഉണ്ട്. നമുക്ക് റെക്കോർഡിംഗ് ആപ്പ് എടുത്തിട്ട് പിന്നെ മിക്സ് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇത് വളരെ എളുപ്പമാണ്. ഒരു 2 ഫോൺ അടുപ്പിച്ച് വെക്കുക. ഒരു ഫോണിൽ മ്യൂസിക് പ്ലേ ചെയ്യുക, കുറച്ച് ചെറിയ വോയിസിൽ. മറ്റേതിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പൊ നമ്മുടെ വോയിസും റെക്കോർഡ് ചെയ്യും, മറ്റേ ഫോണിലെ മ്യൂസിക്കും റെക്കോർഡ് ചെയ്യും. അപ്പൊ സുഖമായിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നൈറ്റ് ഇൻഡക്ഷൻ സജഷൻസ്. നമ്മൾ 2-3 കാര്യം ഓർക്കേണ്ടുള്ളൂ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആവുക. നോ നോട്ട് പോലുള്ള വാക്കുകൾ അധികം ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾ ഒറ്റക്കാണ് പറയുന്ന ഐ മീ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുക. വിഷ്വലൈസ് ചെയ്യുക. അതുപോലെ നല്ല വാക്കുകൾ ഉപയോഗിക്കുക. റെക്കോർഡ് ചെയ്ത് ഉപയോഗിക്കുക. പറ്റുമെങ്കിൽ ഒരു 10-15 തവണയൊക്കെ പിന്നെ റിപ്പീറ്റ് ചെയ്യുക. 30 മിനിറ്റ് ഉള്ളത് കൊണ്ട് ഒരു 15 മിനിറ്റ് ഒക്കെ വേണ്ടി വരുള്ളൂ. 10-15 തവണ സജഷൻ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ 30 മിനിറ്റ് ഒക്കെ ആവുന്നത്. ഇതെപ്പം നിങ്ങൾ ഉറങ്ങിപ്പോവുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി എന്താണ് ഇതുകൊണ്ടുള്ള ഹീലിംഗ് ഇനീഷ്യേറ്റീവ് എന്നുള്ള അർത്ഥമുള്ള ഹെൽത്ത് ബെനിഫിറ്റ്? ഒന്ന്, നമ്മുടെ ഹാബിറ്റുകൾ ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ പിന്നെ ഏതെങ്കിലും സ്വഭാവത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സജഷൻസ് കൊടുത്താൽ നമ്മുടെ ബ്രെയിനിൽ അത്തരത്തിൽപ്പെട്ട ന്യൂറോ പാത്തുകൾ രൂപപ്പെടും. ഹാബിറ്റ് എൻഹാൻസ്മെന്റ്, ഇപ്പോൾ വായന വർദ്ധിപ്പിക്കാൻ, അതേപോലെ തന്നെ നിങ്ങളുടെ പിന്നെ മറ്റെന്തെങ്കിലും ശീലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഡീപ്പ് സ്ലീപ്പ്, നല്ല ഉറക്കം കിട്ടാൻ നിങ്ങൾക്ക് കൗൺസിലേഴ്സ് ആയതുകൊണ്ട് നല്ലൊരു സെൽഫ് ഹിപ്നോസിസ് ഉറക്കം ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ ക്ലയന്റിന് കൊടുത്താൽ മതി. ഞാൻ ചെയ്യുന്ന പണിയാണത്. നമ്മളെ ക്ലയന്റിന് ഒരു സെൽഫ് ഹിപ്നോസിന്റെ ഇങ്ങനത്തെ കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അതായത് പിന്നെ ഈ ചിലപ്പോ ഒറ്റക്കല്ല കിടക്കുന്നതെങ്കിൽ മറ്റേ ആളുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുത്. വളരെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം ധരിക്കണം, കംഫർട്ടബിൾ പൊസിഷൻ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇതൊക്കെ ചെയ്തു കൊടുത്ത് ഉറങ്ങാനാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഒരു സംഗതി കൊടുത്തു കഴിഞ്ഞാൽ അവര് മിക്കവാറും വിത്തിൻ 2-3 ഡേയ്സ് ഉറക്കത്തിലേക്ക് പോകും. ഡീപ്പ് സ്ലീപ്പിന് ഉപയോഗിക്കാം, നമുക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഒരുപാട് ആള് വരുന്ന സംഗതിയാണ്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം നമുക്ക് ഇടക്കിടക്കിടക്ക് വയറ് അസ്വസ്ഥമാകുന്നതിന് കൊടുക്കാം. കുറച്ച് എവിടൊക്കെ കൊടുക്കാം, നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതുപോലെ ഹോട്ട് ഫ്ലാഷസ്, നമുക്കറിയില്ലേ ഈ പിന്നെ മെനോപോസ് ഒക്കെ ആയിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോട്ട് ഫ്ലാഷുകൾ ക്യൂർ ചെയ്യുന്നതിന് ഇത് സഹായകമാണ്. അതുപോലെ ക്രോണിക് പെയിൻ, നല്ല വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് ഇത് ഉപയോഗിക്കാം. ചേഞ്ച് ഫാസ്റ്റ് അല്ല പാസ്റ്റ് ആണ്.
നമുക്ക് പിന്നെ പി ആണ് അവിടെ വേണ്ടത്. നമ്മുടെ പാസ്റ്റിലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മാറ്റുന്നതിന് ഇത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെന്റ്, ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്, സ്ട്രെസ് മാനേജ്മെന്റ്. അപ്പോൾ എൻ്റെ റെക്കോർഡിങ്ങിൽ ഇതാണ് കേൾക്കുക, സ്ട്രെസ് മാനേജ്മെന്റുമായിട്ട്, കാരണം ഡെയിലി വേണ്ട ഒരു സംഗതിയാണല്ലോ. അപ്പൊ അതുപോലെ സ്മോക്കിംഗ്, അഡിക്ഷൻ ആയി പോയിട്ടില്ലാത്ത പിന്നെ ഇത് സ്മോക്കിംഗ് നിർത്തുന്നതിന് ഉപയോഗിക്കാം. ലൂസ് വെയിറ്റ്, ഭാരം കുറയുന്നതിന് ഉപയോഗിക്കാം. ഇവിടെ വിഷ്വലൈസേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ലൂസ് വെയിറ്റ്, അതേപോലെ തന്നെ അഡിക്ഷൻസ് പിന്നെ വരാതിരിക്കുന്നതിന്, അഡിക്ഷനിലേക്ക് പോകുന്ന സമയത്ത് അത് വരാതിരിക്കുന്നതിന് ഉപയോഗിക്കാം. അതുപോലെ കൂടുതൽ സക്സസ് അച്ചീവ് ചെയ്യുന്നതിന് ഉപയോഗിക്കാം. അതുപോലെ ഹീൽ യുവർ ബോഡി, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ബോഡി ഹീൽ ചെയ്യുന്നതിന് ഉപയോഗിക്കാം. അതുപോലെ ഇംപ്രൂവ് ലൈഫ്, ജീവിതം മൊത്തത്തിൽ മെച്ചപ്പെടുത്തുന്നതിന് നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്കിതിൽ ഇതൊക്കെ പറഞ്ഞതൊക്കെ ഗോളാണ്. ഹെൽത്ത്, നമ്മൾ ഹീലിംഗ് ഇനീഷ്യേറ്റീവ് ആയതുകൊണ്ട് ഹിപ്നോസിസ് ഗോള് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് പറഞ്ഞത്. അപ്പൊ നമ്മൾ അവസാന ഭാഗത്തേക്ക് പോവുകയാണ്. സക്സസ്ഫുൾ പീപ്പിൾ ആർ സിംപ്ലി ദോസ് വിത്ത് സക്സസ്ഫുൾ ഹാബിറ്റ്സ്. വിജയിച്ച ആളുകളുടെ ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ അവരൊക്കെയും വിജയത്തിന് ആധാരമായ ഹാബിറ്റുകൾ ഫോം ചെയ്ത് ഉപയോഗിച്ചവരാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഹാബിറ്റുകൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് സെൽഫ് ഹിപ്നോസിസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില സംഗതികളെ നമുക്ക് ഹീൽ ചെയ്യുന്നതിനും ഉപയോഗിക്കാം. അപ്പൊ ഇത്രയുമാണ് നമുക്ക് സെൽഫ് ഹിപ്നോസിന്റെ. ബാക്കി അത് ചെയ്തതിന്റെ ഓഡിയോ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അത് നിങ്ങളൊന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങളാണ് എന്ത് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ ഏതെടുത്തിട്ടും, ഇനി ഇതല്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ എടുത്തിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടേതായ വോയിസിൽ പിന്നെ ഇത് റെക്കോർഡ് ചെയ്യുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ചും ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ലേഡീസിന്റെ വോയിസ് സൂത്തിങ് ആണല്ലോ. നിങ്ങളുടേതായ സൂത്തിങ് വോയിസിൽ ഇത് റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കുകയാണെങ്കിൽ കൂടുതൽ വളരെ വേഗത്തിൽ നമുക്ക് അത് പിന്നെ എന്ത് ചെയ്യും, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. ഇടയ്ക്ക് എവിടെയും നമ്മൾ സംസാരിക്കാത്തത് കൊണ്ട് ഒരു 10 മിനിറ്റ് നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനുള്ള സമയം വെച്ചുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. സാധാരണ സെഷന്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാറുണ്ട്, ഇന്നത് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഹീലിംഗ് ഇന്നവരെ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം, നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫ് എന്നുള്ളതാണ്. നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും നമ്മുടെ മിക്ക പ്രശ്നങ്ങളും എന്നുള്ളതാണ്. കാരണം അധിക പ്രശ്നങ്ങളും സൈക്കോസൊമാറ്റിക് ആയതുകൊണ്ട് ഇന്ന് നമ്മൾ പറഞ്ഞ ഹീലിംഗ് ഇനീഷ്യേറ്റീവിന്റെ സാധ്യതകൾ, ഇത് സെൽഫ് ഹിപ്നോസിസ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട ആവശ്യത്തിന് ഉറങ്ങണം. അതിന് നമ്മൾ സെൽഫ് ഹിപ്നോസിസ് ചെയ്താൽ പോരാ. അതേപോലെ തന്നെ ആവശ്യത്തിന് നമ്മൾ പിന്നെ ഈ ഫുഡ് കഴിക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് നമുക്ക് വളരെ വേഗത്തിൽ എല്ലാ ദിവസവും ചെറിയൊരു ടൈം സെൽഫ് ഹിപ്നോസിസിന് സമയം കണ്ടെത്തിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി വെരി വെരി യൂസ്ഫുൾ എന്നുള്ളതാണ്. അപ്പൊ അത്രയുമാണ് എൻ്റെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത്. ബാക്കി സമയം നമുക്ക് കുറച്ച് ചോദ്യങ്ങളോ ഉത്തരങ്ങളോ നിങ്ങളുടെ മറ്റ് ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. അപ്പൊ ഇത് റെക്കോർഡ് ചെയ്തിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കണം. നിങ്ങൾ ഡേക്കാണെങ്കിൽ ഡേക്ക് കണക്കായിട്ട്, ഡേയിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ തിരിച്ചു വരാനുള്ള സജഷൻ കൂടി കൊടുക്കണം. ഞാൻ 1 മുതൽ 3 വരെ എണ്ണുമ്പോൾ നിങ്ങൾ മനോഹരമായ ഈ സെൽഫ് ഹിപ്നോസിസിൽ നിന്ന് സുഖകരമായി തിരിച്ചു വരുന്നതും കണ്ണു തുറക്കുന്നതുമാണ്. നൈറ്റിലാണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉറക്കത്തിലേക്ക് പോയാൽ മതി, അവിടെ നമ്മൾ തിരിച്ചു വരേണ്ടതില്ല. റൈറ്റ്, മോമൻജി, ഓക്കെ. ഇത് നമ്മള് ഒരേ ഒരേ ഒരു ഗോള് സെറ്റ് ചെയ്ത് അത് നമ്മൾ കുറെ കാലം ചെയ്യാം, അങ്ങനെയാണോ? നമ്മൾക്ക് ഡെയിലി വേണമെങ്കിൽ മാറ്റാവോ? അറ്റ് എ ടൈം വൺ. അത്രേ പറ്റും. ഡെയിലി മാറ്റാൻ പറ്റില്ല. ഡെയിലി മാറ്റാൻ പറ്റില്ല. നമുക്ക് അത് ഓക്കെ ആയി തോന്നിക്കഴിഞ്ഞാൽ അടുത്തത് എടുക്കാം. നമുക്ക് സാധാരണഗതിയിൽ മിനിമം ഇത്ര okay ഡേയ്സ് ആയി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെ മിനിമം ഇത്ര ഡേയ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സാധാരണഗതിയിൽ നമുക്കൊരു 2 to 3 വീക്സ് ആണ് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വരിക. നമുക്ക് അങ്ങനെ കേൾക്കുമ്പോൾ ആകെ ഇതിന് നമ്മൾ എടുക്കുന്നത് ഒരു 20 മിനിറ്റ്സ് എല്ലാ ദിവസവും. ഇനിയിപ്പോ നമുക്ക് തോന്നുന്നു 1 വീക്ക് കൊണ്ട് നമുക്ക് ഓക്കെ ആയി. ഈ ഉറക്കത്തിലൊക്കെ കൊടുത്തോടുത്ത എൻ്റെ അനുഭവം
ഒരു 3 ദിവസം ആകുമ്പോഴേക്കും അവർ ഉറങ്ങിത്തുടങ്ങും. ഒരാഴ്ച ആകുമ്പോഴേക്ക് പിന്നെ ഇതില്ലെങ്കിലും പിന്നെ അവർ പറയാൻ പോണത് ഇത് കേട്ട് പകുതിയാവുമ്പോൾ തന്നെ ഞാൻ ഉറങ്ങിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഇത് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഗോള് സെറ്റ് ചെയ്യാം. സെൽഫ് ഹിപ്നോസിസ് നല്ലൊരു ടൂളാണ്, പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന. സർ ഈ സെൽഫ് ഹിപ്നോസിസിൽ ആദ്യത്തെ ഒരു പോയിന്റ് സർ മനസ്സിലായി, നോ നോട്ട് ഡോണ്ട്. ആ അതെന്താണ് സർ പറഞ്ഞത്? അതായത് നിങ്ങൾ ഇനി ആ മുതൽ പിന്നെ സിഗരറ്റ് വലിക്കുന്നതല്ല. ഈ ഉം. ഇത്തരം അല്ല, ഇല്ല, അല്ലെങ്കിൽ നെഗറ്റീവ് സെന്റൻസുകൾ പറയാതിരിക്കുക. കാരണം ബ്രെയിൻ അതിന്റെ ഓപ്പോസിറ്റ് ആണ് മനസ്സിലാക്കുക. ഓക്കെ വേണ്ട പോസിറ്റീവ് സെന്റൻസുകൾ പറയാന്നുള്ളതാണ്. പിന്നെ ഈ ഹാബിറ്റ് എൻഹാൻസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ പുതുതായിട്ടൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യലാണോ സർ? അല്ല, ഉള്ള ഹാബിറ്റ് മെച്ചപ്പെടുത്തലാണ്. ഹാബിറ്റ് മെച്ചപ്പെടുത്തലാണ്. അത് മെച്ചപ്പെടുത്തലാണ്. അതെങ്ങനെയാണ് സർ? ഒരു എക്സാമ്പിൾ പറഞ്ഞത്, എങ്ങനത്തെ ഹാബിറ്റ് ആണത്? ഞാൻ നേരത്തെ പറഞ്ഞപ്പോ നിങ്ങൾ വായിക്കുന്ന ശീലമുണ്ട്. നിങ്ങൾ ആ 10 മിനിറ്റ് ആണ് വായിക്കുന്നതെന്ന് വിചാരിക്കുക. നിങ്ങളത് ഓക്കെ ഫൈൻ. ആ അരമണിക്കൂർ ആ ആക്കുന്ന സമയത്ത് അത് എൻഹാൻസ് ചെയ്യാണ് ആ ചെയ്യുന്നത്. ഫൈൻ ഓക്കെ സർ. അല്ല, ആ ആ ആ അല്ലെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നതുണ്ട്, അത് നിങ്ങൾ എൻഹാൻസ് ചെയ്യുകയാണെങ്കിൽ അതാണ്. ഈ ഓക്കെ സെൽഫ് ഫൈൻ. ഹിപ്നോസിസ് കുട്ടികൾക്ക് എവിടെ പ്രയോജനപ്പെടുക എന്ന് വെച്ചാൽ മെമ്മറി എൻഹാൻസ്മെന്റ് കേട്ടോ. മെമ്മറിക്ക് നല്ല ടൂളാണിത്. കുട്ടികൾക്ക് ഇത് ഡെയിലി, അവർക്ക് വേറെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ, ഡെയിലി അതിനുള്ള സജഷൻ സെറ്റ് ചെയ്ത് അവർ കേൾക്കുകയാണെങ്കിൽ അവരുടെ മെമ്മറി നന്നായിട്ട് ഫങ്ഷൻ ചെയ്തു. സാറേ നല്ല അതിനൊരു സാമ്പിൾ ആയിട്ടുള്ള ഒരു ഓഡിയോ അയച്ചു തരാൻ പറ്റുമോ മെമ്മറിയുടെ കുട്ടികൾക്ക് വേണ്ടി? ഞാനൊരു സ്ട്രെസ് മാനേജ്മെന്റിന്റെ അയച്ചു തരാം. അതിന്റെ അവസാന ഭാഗത്ത് കൊടുക്കുന്ന സംഗതികളൊന്ന് മാറ്റിയാൽ മതി. അല്ല, അപ്പൊ അതിൽ സജഷൻസ് എന്തൊക്കെയായിരിക്കും വേണ്ടതെന്നുള്ളതാണ്. സജഷൻസ് ഇത് കേട്ട് നോക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. സജഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ, ആണ് വേണ്ടത്. പിന്നെ ഇപ്പം സർ അപ്പൊ നമ്മള് സാറ് പറഞ്ഞല്ലോ ഈ സിഗരറ്റ് വലിക്കുന്ന ഇല്ല എന്നല്ല, അതിപ്പോ എങ്ങനെയായിരിക്കും വരിക? എങ്ങനെയാണ് അതിന്റെ സെഷൻ കൊടുക്കേണ്ടത്? ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞാൽ മതി. അപ്പൊ നമുക്കത് എങ്ങനെ പോസിറ്റീവ് ആക്കുക? അപ്പം നമുക്ക് ഉദാഹരണത്തിന് പിന്നെ നമുക്ക് സിഗരറ്റ് വലിയാണ് നിർത്തേണ്ടതെങ്കിൽ എൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് അനുകൂലമായ ശീലങ്ങൾ ഞാൻ പാലിക്കുന്നതാണ്. ഓക്കെ, അത്ര മാത്രം മതി. ഈ അതെ, സിഗരറ്റ് പക്ഷെ വാക്ക് അവിടെ വേണ്ട. നമ്മുടെ വാക്കേ നമ്മൾ ഉപയോഗിക്കേണ്ട. കാരണം ആ വാക്ക് നമ്മളിൽ, സിഗരറ്റ് എന്നുള്ള വാക്ക് പോലും നമ്മളിൽ എന്തുണ്ടാക്കും, ഒരു ഇമേജ് ഉണ്ടാക്കും. ഓക്കെ, താങ്ക് യു. ഗുഡ് ഈവനിങ് സർ. പറയാം. സർ, ഈ 2026 തുടങ്ങിയ സമയത്ത് എനിക്കൊരു ഏകദേശം ഒരു 45 മിനിറ്റ് ഒരു സെഷൻ ഉണ്ടായിരുന്നു. ആ അപ്പൊ ഒരു ഇന്റഗ്രൽ ഒപ്റ്റിമിസം ചേർത്ത്, അതാണ് ഞാൻ സാറിനോട് ഡൗട്ട് ചോദിച്ചത്. ഒരു സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ അത് സാർ ഈ പറഞ്ഞത് എനിക്ക് വല്ലാതെ ഒരു എഫക്ട്. കാരണം നമ്മൾ എന്തൊക്കെ ടോപ്പിക് എടുത്തിട്ടുണ്ടോ അതൊക്കെ ഇപ്പോഴും മൈൻഡിൽ കിടക്കുന്നുണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാനും പറ്റുന്നുണ്ട്. ആ മറ്റുള്ളതൊക്കെ സൈഡിൽ കൂടെ ആവിയായി പോയിട്ടുണ്ട്. യെസ്. അപ്പോ ഞാനിപ്പോ എഴുതി വെക്കുകയാണ് ചെയ്യുക. ഏതൊക്കെ ആ ടോപ്പിക് ആണോ എനിക്ക് ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്നത്, ആ ടോപ്പിക് ഞാൻ ഇങ്ങനെ പ്രസന്റേഷനുള്ള ടോപ്പിക് ആയിട്ട് എഴുതി വെക്കും. അപ്പൊ യെസ്. ചാൻസ് കിട്ടുമ്പോ അത് എടുക്കും. യാ. ഞാൻ ഈ സാധനമൊക്കെ മെനക്കെട്ട് പവർ പോയിന്റ് ഉണ്ടാക്കി പഠിപ്പിക്കുന്നതിന്റെ ഒരു പ്രധാന ലക്ഷ്യം ഈ സാധനം എനിക്ക് നന്നായിട്ട് കിട്ടുക എന്നുള്ളത് തന്നെ. കറക്റ്റ് സർ. സർ ഈ ബ്രെയിൻ ഭയങ്കര കൺഫ്യൂസിങ് ആണ് കേട്ടോ. എത്ര തലയിൽ കൊടുത്തിട്ടും കേറുന്നില്ല ബ്രെയിനിന്റെ ആ മൊഡ്യൂള്. പക്ഷെ ഈ സാധനം നമ്മൾ ലേശം പഠിച്ചാലേ ഇന്നത്തെ കാലത്ത് നമുക്ക് പിടിച്ചിക്കാൻ പറ്റും. വേറെ അതിന്റെ കൂടെ എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. എനിക്ക് ഒരു ഈ വിഷ്വലൈസേഷൻ യൂസ് ചെയ്തിട്ട് പബ്ലിക്കിനായിട്ട് ഒരു പിന്നെ ബുക്കിന്റെ റിവ്യൂ കൊടുക്കാൻ പറ്റി കഴിഞ്ഞ ആഴ്ച. ഗ്രേറ്റ് ഗ്രേറ്റ്, സന്തോഷം. അങ്ങനെ വരട്ടെ ആളുകള് രംഗത്തേക്ക് ഇറങ്ങട്ടെ. അതാണ് നമുക്ക് വേണ്ടത്. ആളുകൾ ഇങ്ങനെ രംഗത്ത് വരട്ടെ, ഇതൊക്കെ ഉപയോഗിക്കട്ടെ. അങ്ങനെ എത്ര ആള് വന്നാലും നമ്മുടെ സമൂഹത്തിന് ആവശ്യമുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര റിജക്ഷൻ ആയിരുന്നു സർ ഇത് ചെയ്യുമ്പോഴൊക്കെ. പക്ഷെ ഞാൻ വിട്ടില്ല, ഞാൻ എഴുതി വെച്ചു, നന്നായിട്ട് വിഷ്വലൈസ് ചെയ്തു. ഗുഡ്. എനിക്ക് ചെയ്യാൻ പറ്റിയതുകൊണ്ട്. ആ വാക്കാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. വിട്ടില്ല, വിടരുത് ചിലതൊന്നും. നമ്മൾ മുറുകെ പിടിക്കണം.
അത് തന്നെയാണ് നമ്മുടെ എളുപ്പ വഴിയൊന്നുമില്ല. നമ്മൾ ഇതേപോലുള്ള ടെക്നിക്സ് ഉപയോഗിക്കുക, പോയിട്ട് ചെയ്യുക. സർ ഈ മിറർ ന്യൂറോണിന്റെ സാറ് പറഞ്ഞില്ലേ, ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ ഗൾഫിലെ ഈ ജോലി സ്ഥലങ്ങളില് ഏറ്റവും എഫക്റ്റ് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് സാർ അത്. കാരണം ഞാൻ വന്ന് ഒരു 4-5 വർഷം, കാരണം ഇവർക്ക് സാറിന് അറിയുമെന്ന് എനിക്കറിയില്ല, ഈ ഒരു 1 അവർ ജോലി എടുക്കുന്നു, ചിലപ്പോൾ ഒരു 45 മിനിറ്റ്സ് ബ്രേക്കിങ്ങിനൊക്കെയാ പോവാ. അപ്പൊ നമ്മളും ആ ഒഴുക്കിൽ കുറെ കാലം ഇങ്ങനെ അങ്ങ് പോകും. ആ ഒരു 4-5 വർഷമൊക്കെ അങ്ങനെ പോയി. പിന്നെ അതിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു വരണേ ഭയങ്കര പാടാണ്. കാരണം നമ്മൾ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നു, കൂടെയുള്ള 3-4 ആൾക്കാർ ചായ കുടിക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു. അപ്പോൾ ആ ഒരു ശൈലിയിൽ നിന്ന് നമ്മളിങ്ങനെ മാറി വരണമെങ്കിൽ ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയൊരു സംഭവമാണ് സാർ ഇപ്പൊ പറഞ്ഞപ്പോ യാ തോന്നിയത്. യാ മിറർ ന്യൂറോൺസ് വളരെ പവർഫുൾ ആണ്. മാത്രമല്ല, മറ്റുള്ള ആളുകൾ നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, നമ്മൾ ആരുമായിട്ടാണ് കൂടുതൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, ഇവരൊക്കെ നമ്മൾ അറിയാതെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് തിരിച്ചറിയാൻ ഒരു 4 വർഷം എടുത്തു സാർ യാ ശരിക്കും. കാരണം നമ്മളൊരു ഗ്രോത്ത് അങ്ങ് താഴോട്ട് പോയപ്പോഴേ. അതുകൊണ്ടാണ് നമ്മൾ പറയല്, നിങ്ങളുടെ കൂട്ടുകാരനെ ഒരു 10 മിനിറ്റ് എനിക്ക് തന്നാൽ നിങ്ങളുടെ സ്വഭാവം ഞാൻ പറഞ്ഞു തരാന്ന് പറയുന്നതിന്റെ കാരണം നമ്മളെ മറ്റുള്ളവരെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ആരുമായിട്ട് കൂട്ടുകൂടണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. സാറേ നിഷാൻ എന്തോന്ന് ചോദിച്ചിരുന്നല്ലോ നേരത്തെ. സർ അത് നമ്മളിത് കുട്ടികൾക്കൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് കുട്ടികളെ കേൾപ്പിക്കുകയാണോ, എങ്ങനെയാണ് അതിന്റെ രീതി? നമ്മള് കുട്ടികൾക്കാവുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഓക്കെ. ഇതിന്റെ ഒരു എളുപ്പ വഴി, ഇതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് അവസാന സജഷൻ പലതിന്റെയും സജഷൻ ചെയ്തിട്ട് വീഡിയോ മിക്സ് ചെയ്താൽ മതി. ഓക്കെ. ഒരു വീഡിയോ എഡിറ്റർ ഉപയോഗിച്ചുകൊണ്ട്. കാരണം ഇതെല്ലാം ഓരോന്നിനും നമ്മൾ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു 20-25 അരമണിക്കൂർ വേണം ഓരോന്ന് റെക്കോർഡ് ചെയ്യാൻ. അതിന് നമ്മൾ ആദ്യ പാർട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഒരു വീഡിയോ എഡിറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സജഷന്റെ പാർട്ട് മാത്രം കട്ട് ചെയ്തിട്ട് പിന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സർ അതില് നമ്മളിതിപ്പോ ഗൈഡഡ് ആയിട്ടാണോ കൊടുക്കുക, അതോ നമ്മൾ വീഡിയോസ് ഷെയറിങ് ആണോ, എങ്ങനെയാണ്? അല്ല, ഓഡിയോ നമ്മള് ഷെയറിങ് ആണോ? നമ്മൾ ഇവർക്ക് കൊടുക്കുക, റെക്കോർഡ് ചെയ്ത ഓഡിയോ കൊടുത്തിട്ട് അത് കേട്ട് ഒന്ന് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് റെക്കോർഡ് ചെയ്തത് കേട്ട് ചെയ്യാനാണ് ആവശ്യപ്പെടുക. സാർ സർ മക്കളെ അതുപോലെ സർ സജസ്റ്റ് നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങള് എന്താ പറയാ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ സാറിന്റെ ക്ലാസ്സിൽ തന്നെയാണ് ഈ NLP ഒക്കെ പഠിച്ചത്. അപ്പൊ സാർ ഇവിടെ പറയുന്നതൊക്കെ ഈ ന്യൂറോൺസ് ദാറ്റ് വയർ ടുഗദർ ഫയർ ടുഗദർ എന്ന് പറയുന്ന ആ സാധനം ഉണ്ടല്ലോ. ആ സാറിന്റെ ഈ ഇന്റഗ്രൽ ഒപ്റ്റിമിസത്തിൽ ഇരുന്നതോടെ അവിടെയൊക്കെ എവിടെയൊക്കെയോ സാറ് പറഞ്ഞ സാധനങ്ങളൊക്കെ വീണ്ടും ഒരു സ്ട്രെങ്തൻ ആയതുപോലെ തോന്നിയിട്ടുണ്ട്. യാ ഗുഡ്. അതാണ് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് പഴയ ന്യൂറോപാത്തുകളൊക്കെ ഒന്ന് ടച്ച് ചെയ്തു, അന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചേ. ഓക്കെ, നായർ സാബ് നിങ്ങൾ എന്തോന്ന് ചോദിച്ചിരുന്നു, അതുകൂടി കഴിഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, ഞാൻ പറഞ്ഞ സാറേ ഈ ഹിപ്നോസിസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്കുള്ള ഒരു അനുഭവം പറയാൻ നോക്കിയായിരുന്നു. ആ അതായത് നമ്മൾ ഇപ്പോൾ സ്റ്റേജ് ഹിപ്നോസിസിലൊക്കെ ചെയ്യുന്ന പോലെ ഡിസപ്പിയറിന്റെ ഒരു കാര്യം ഒരാൾക്ക് വേണ്ടി ചെയ്തായിരുന്നു. ആ അപ്പൊ അതിന്റെ കൂടെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് സജഷൻ കൊടുത്തിരുന്നു. ആ അപ്പം അവന്റെ പ്രത്യേക പ്രശ്നം എന്ന് പറഞ്ഞാൽ അവന്റെ എഴുത്തൊന്നും തീരെ കറക്റ്റ് അല്ലായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠനത്തിന്റെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ പിന്നീട് അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം ടീച്ചർമാരൊക്കെ അവനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടും അവനെ എന്താ മറ്റേ കഞ്ഞി വെക്കുന്ന അതിലേക്കൊക്കെ ആക്കിയിരുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവനുണ്ടായിരുന്നു. അതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം ഈ ഡിസപ്പിയറൻസിന്റെ കാര്യം ചെയ്തപ്പോഴും ഞാൻ കൊടുത്ത സജഷൻ എന്ന് പറഞ്ഞാൽ അവന്റെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ആ സമയത്ത്. പക്ഷേ പിറ്റേ ദിവസം നോക്കുമ്പോൾ അവന്റെ എഴുത്തിൽ നല്ല മാറ്റം വന്നു. ഗുഡ്. അപ്പം യാ അത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ള പറയാതെ. യെസ്, ഹിപ്നോസിസ് വളരെ ഇഫക്റ്റീവ് ആണ്. കാരണം അത് റിസർച്ച് എവിഡൻസ് ഉള്ള സാധനം. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാം. അപ്പം ഈ കാര്യങ്ങളൊക്കെ പ്രയോഗിക്കുക. ഈ ഒരിക്കൽ കൂടി പറയാനുള്ളത്, കുറച്ചാളുകൾ ഉപയോഗിച്ച് തുടങ്ങിയതുപോലെ എല്ലാവരും ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് കൂടുതൽ നമ്മൾ വളരും. റൈറ്റ്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. താങ്ക് യു താങ്ക് യു സർ. സർ, ഗുഡ് നൈറ്റ്.